ओम शांति। बापदादा मधुबन प्रभात मुरली 31/1/22। मीठे बच्चे, अब सच की वार्तालाप करनी है। तुम जज कर सकते हो कि राइट क्या है और റോങ് क्या है. ഇന്ന് ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്, സത്യസ്വരൂപനായ ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി സത്യത്തെ കുറിച്ച് സംസാരിക്കണം. ഇനി സത്യത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും സത്യം ഏതാണ്, അസത്യം ഏതാണ്, ശരി ഏതാണ്, തെറ്റേതാണ്. ആത്മാവിനെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച്, സൃഷ്ടിചക്രത്തെ കുറിച്ച്, കൽപ്പത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് പുരാണങ്ങളിൽ പലതും പറയുന്നുണ്ട്, പണ്ഡിതന്മാര് പലരും പറയുന്നുണ്ട്, ഗുരുക്കന്മാര് പലരും പറയുന്നുണ്ട്. ബാബയും നമ്മളിപ്പോൾ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. ബാബ പറയണം, ഇനി സത്യമേ പറയാവൂ, സത്യം ഏതാണ് അസത്യം ഏതാണെന്നത് നിങ്ങൾ സ്വയം തീരുമാനിക്കണം. ചോദ്യം: अंतर्यामी बाप दुनिया के सभी बच्चों के अंदर की कौन सी बात जानते हैं? അന്തർയാമിയായ ബാബയ്ക്ക് ഈ ലോകത്തിലെ എല്ലാ കുട്ടികളുടെയും ഉള്ളിലുള്ള ഏത് കാര്യം അറിയും? ബാബ പൊതുവെ പറയുന്നത് എന്താണ്? ഞാൻ അന്തർയാമി അല്ല, എനിക്ക് ആരുടെയും മനസ്സിലെ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ഇപ്പോൾ ബാബ പറയാണ്, അന്തർയാമിയായ ബാബയ്ക്ക് ഈ ലോകത്തിലെ എല്ലാ കുട്ടികളുടെയും ഉള്ളിലുള്ള ഏത് കാര്യം അറിയാം? ഉത്തരം: बाबा जानते हैं कि इस समय सभी में 5 भूत प्रवेश के रावण सर्वव्यापी. ബാബയ്ക്ക് അറിയാം ഈ സമയത്ത് എല്ലാവരിലും 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. രാവണൻ സർവ്വവ്യാപിയാണ്. तुम बच्चों ने तो 5 भूतों का दान दिया ही, लेकिन कभी कोई वापस ले लेते हैं. കുട്ടികളായ നമ്മള് 5 ഭൂതങ്ങളെ ബാബയ്ക്ക് ദാനം നൽകി, പക്ഷേ പലപ്പോഴും പല കുട്ടികളും അത് തിരിച്ചെടുക്കുന്നു. മായക്ക് ബഹുത് കടി ബോക്സിംഗ്, മായയുമായിട്ടുള്ള വളരെ വലിയ കടുത്ത ബോക്സിംഗ് ആണ് നടക്കുന്നത്. बार बार हारने से कमजोर हो जाते हैं, इसलिए बाबा कहते बच्चे दान देकर फिर वापस नहीं लेना. നമ്മള് അടിക്കടി മായോട് തോറ്റു പോകുകയാണെങ്കിൽ നമ്മൾ ബലഹീനരായി പോകും. ഓരോ പ്രാവശ്യം തോക്കുമ്പോഴും നമ്മുടെ ദൃഢത നഷ്ടപ്പെടും, ബലം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ബാബ പറയാണ്, കുട്ടിയുടെ ദാനം നൽകിയിട്ട് പിന്നീട് തിരിച്ച് എടുക്കരുത്. മായാസെ ഹാർന നഹി, മായോട് പരാജയപ്പെടരുത്. അമൃതവേള ബാബ്കോ യാദ് കർണാത്തോ ഭൂത് ഭാഗ ജായി. എങ്ങനെ ഈ ഭൂതങ്ങൾ ഇല്ലാണ്ടാക്കും? ബാബ പറയണു, അമൃതവേളയിൽ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കുമെങ്കിൽ ഈ ഭൂതങ്ങളെല്ലാം ഓടിപ്പോകും. അപ്പോൾ ബാബയ്ക്ക് ലോകത്തിലെ എല്ലാവരുടെയും അവസ്ഥ അറിയാം. എല്ലാ മനസ്സുകളിലും ഈ കാമ, ക്രോധ, ലോക, മോഹ, അഹങ്കാര, മത, മത്സര്യാദികൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരാൾക്കും സ്വസ്ഥത ഇല്ല, അതായത് സ്വസ്ഥിതി, ആത്മസ്ഥിതി ഇല്ല. എല്ലാവരും ഇഹലോകത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ അലയാണ്. അപ്പൊ അവിടെ ബാബയുടെ കുട്ടികൾ എന്ത് ചെയ്തു? ആ വികാരങ്ങൾ ബാബയ്ക്ക് ദാനം. അത് ദാനം നൽകിയാലും ബാബ പറയുന്നത് ഭയങ്കരമായ ബോക്സിംഗ്. അപ്പോൾ ധാരാളം പേര് തോറ്റുപോകും. ബാബ പറയുന്നത്, അടിക്കടി ഇങ്ങനെ തോക്കാണെങ്കിൽ നമ്മൾ ദൃഢത ഇല്ലാത്തവരാവും, ബലമില്ലാത്തവരാവും. അപ്പൊ ഇതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബാബ പറഞ്ഞു, അമൃതവേളയിൽ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കണം, പിന്നെ മുരളി നന്നായിട്ട് പഠിക്കണം. ഗീതം: നിർബലസേ ലഡായി ബലവാൻ. നിർബലരോട് യുദ്ധം ആരുടെ? ബലവാന്റെ. രാവണൻ ഇപ്പോൾ അതിശക്തനാണ്, ബാബയുടെ കുട്ടികളും ശക്തിഹീനരാണ്. അപ്പൊ അതീവ ബലവാനായ രാവണൻ അതീവ ദുർബലരായ ജീവാത്മാക്കൾ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഓം ശാന്തി. देखो कैसा गीत बनाया हुआ है परंतु समझते कुछ भी नहीं. ബാബ പറയണ, നോക്കൂ എങ്ങനെയാണ് ഈ പാട്ടുണ്ടാക്കിയിരിക്കുന്നത്, എത്ര യഥാർത്ഥമായ പാട്ട്, പക്ഷെ അവരെ അർത്ഥം അറിയുന്നില്ല. ജൈസെ ഗീത ഭാഗവത് ആദി ബനായേ ഹുയേ ഹെ പരന്തു സമझते कुछ भी नहीं. ഏതുപോലെ ഭഗവത്ഗീത, ഭാഗവതം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും എന്താണെന്ന് അറിയില്ല. അഭി തും ബच्चे इन सबका अर्थ समझते हो. ഇപ്പോൾ ബാബയുടെ കുട്ടികളായ നമുക്ക് ഭാഗവതം എന്താന്ന് അറിയാം, ഭഗവത്ഗീത എന്താന്ന് അറിയാം, ഈ പാട്ടിന്റെയൊക്കെ അർത്ഥം എന്താന്ന് അറിയാം, എല്ലാം മനസ്സിലാവും. തൂഫാൻ ഔർ ദീപേ കി കഹാനി കൈസെ ബനായി. കൊടുങ്കാറ്റും ഒരു ദീപം എന്ന് പറഞ്ഞൊരു കഥയുണ്ട് അല്ലെ. ഒരു ദീപത്തെ കെടുത്താൻ വേണ്ടി ശക്തമായ കൊടുങ്കാറ്റ് വീശാം. ബാബ പറയാണ്, ആ കഥയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മനുഷ്യത്തോ ഐസേ ഹി സുൻ ലേത്തെ തും പൂരെ അർത്ഥക്കോ ജാനത്തെ. മനുഷ്യർ അതൊരു സാധാരണ കഥ പോലെ ഇങ്ങനെ കേൾക്കാം. ഒരു കൊടുങ്കാറ്റ് വീശി, അല്ലെങ്കിൽ അലാഹുദ്ദീൻ, അല്ലാഹു എന്നുള്ള കഥകളെ ആൾക്കാർക്കറിയാം. അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്നത് കുട്ടികൾക്കറിയാം. ബാത്ത് യഹാങ്കി, ഈ സംഘമേഘത്തിൽ നടന്ന കാര്യമാണിതല്ല. छोटा दीवा तो क्या माया का तूफान ऐसा है जो बड़े बड़े दीवे को बुझा देता है. ചെറിയ ദീപമല്ല, വലിയ വലിയ ദീപങ്ങൾ പോലും മായയുടെ കൊടുങ്കാറ്റ് വീശുമ്പോൾ അല്ലെ അങ്ങ് കെട്ടുപോകാണ്, അങ്ങ് തെറിച്ചു പോകാണ്. ദീപങ്ങൾ
ആ തിരിയിൽ നിന്നും അടർന്നു പോകുന്ന രീതിയിൽ തെറിപ്പിച്ചു കളയും. കബി മുർജ ജാത്തെ യോഗ കം ഹോ ജാത്ത, പലപ്പോഴും വാടിപ്പോകും, യോഗം വളരെ കുറവ്. യോഗക്കോ ഘൃത് കഹേങ്കി, യോഗത്തെയാണ് ബാബ എന്ന് പറയുന്നത് ഘൃതം അല്ലെങ്കിൽ വിളക്കിലൊഴിക്കുന്ന നെയ്യ്. ജിത്തന യോഗ ലഗായം ഉത്തനി ജ്യോതി ജഗീര, എത്രമാത്രം നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു അത്രയും നമ്മുടെ ആത്മാവില് ഈ എണ്ണ അല്ലെങ്കിൽ നെയ്യ് വന്നു തീർന്നിരിക്കും. തോ യഹ്ബദ് അബിഹി, അപ്പോൾ ഈ കഥകളെല്ലാം ഈ സമയത്തെ കാര്യങ്ങളാണ്. ആത്മാവം കി ജ്യോതി ജഗാനെ കെ ലിയെ ക്ഷമ കോ ആനാ പടുത്താ ഹി ജിസ്കോ ഹി പരമാത്മാ കഹാ ജാത്ത. എല്ലാ ആത്മദീപങ്ങളും അണഞ്ഞുപോയി, കൊടിയ രാത്രിയാണ്. അപ്പൊ ആ രാത്രിയിൽ വെളിച്ചത്തിന് മുമ്പിലേക്ക് വരും, പരമാത്മ ദീപം ഇറങ്ങി വരും. എന്തിനു വേണ്ടി? ബാബ പറയാണ് എല്ലാത്തിനെയും തെളിയിച്ചെടുക്കാൻ. ആ ദീപത്തെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. പർവാനെ ബി മനുഷ്യക്കലിയെ കഹി, അപ്പോൾ ഈയാമ്പാറ്റകളായിട്ട് വീഴുന്നുണ്ട് അവർ, അത് മനുഷ്യരാണ്. തും കഹേങ്കെ പരംപിത പരമാത്മാ ഹമാരെ സാമനെ ഹാസിൽ, നമ്മൾ ആളുകളോട് എന്ത് പറയും? പരംപിത പരമാത്മാവ് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്ന ഞങ്ങൾ മുമ്പിൽ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അത്രയും ആധികാരികമായിട്ട് നമ്മൾ പറയും. ഹം ആംഖോം സേ ദേഖത്തെ, ഞങ്ങൾ കണ്ണുകൊണ്ട് കാണാണ് ഭഗവാൻ. ഉൻകാ ശാരീരിക നാം നഹി ഹെ ശിവത്വം നിരാകാർ ഹെ അവർ നോളജ്. ആ പരമാത്മാവിന് ശരീരത്തിൻ്റെതായ പേരില്ല, ഹരിത ശരീരമില്ല. ശരീരം ഉണ്ടെങ്കിലല്ലേ ശരീരത്തിന് പേരുണ്ടാവും. അത് നിരാകാരനാണ്, നോളജ്ഫുൾ ആണ്, പേര് ശിവായ എന്നാണ്. നോളജ് ദേ രഹാ ഹെ इसलिए तुम कहेंगे हम हासिर देखते ही क्योंकि उनसे हम നോളജ് लेते. നമ്മൾ മുരളി കേൾക്കാൻ ബാബയുടെ മുമ്പിൽ ഇരുന്നല്ലേ, മധുവിനെ ചെന്ന ബാബയുടെ മുമ്പിൽ ഇരുന്നല്ലേ. അപ്പൊ നമ്മൾ പറയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ, ബാബ ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കണം. ആത്മാവ് സംസാരിച്ചാലും ആത്മാവിനെ കാണാൻ പറ്റില്ല, പരമാത്മാവ് സംസാരിച്ചാലും പരമാത്മാവിനെ കാണാൻ പറ്റും. പക്ഷെ കാണുന്ന പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. സുനാനെ വാലാഹേ ശിവ്, ഞങ്ങളിത് കേൾപ്പിക്കുന്നത് ശിവനാണ്. മനുഷ്യ കാദേഹേ പരമാത്മാ ഹാസിര ഹസൂർ പരന്തു പൂച്ചോ കഹേങ്കെ സർവേ. ആളുകൾ എന്താ പറയുന്നത്? ദൈവം വിളിച്ചാൽ വിളിക്കും, എവിടെ നമ്മൾ വിളിച്ചാലും ദൈവം വരും. എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ പറയും സർവ്വയാണ്. യഹ്തോ ബാധഹി നഹിട്ടത്. ബാബ പറഞ്ഞു ഇതൊക്കെ ഈ നിലനിൽക്കാത്ത വാദങ്ങളാണ്. വഹ് ആക്ര രാജയോഗ സിഗലാത്തെ, ഈശ്വരൻ ഭൂമിയിൽ വരും, വന്ന് രാജയോഗം പഠിപ്പിക്കും. തും ജാൻതേ ഹോ ശിവബാബ ഹംകോ പഠാ രഹാ ഹെ, നമുക്കറിയാം നമ്മളെ പഠിപ്പിക്കുന്നത് ശിവബാബയാണ്, പക്ഷെ പലപ്പോഴും മായ കയറി വരും. അപ്പൊ നമുക്ക് സംശയം തോന്നുന്നത് ശിവബാബയാണ്, ഇത് ബ്രഹ്മബാബയാണ്, ഇത് ബ്രഹ്മബാബയുടെ ഭാവനയല്ലേ? എത്ര ഗുരുക്കന്മാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, എത്ര പേര് വിനാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഭാവനയായിരിക്കും. അങ്ങനെ ഏതൊക്കെ രീതിയിൽ മായ വരാന്ന് പറയാൻ പറ്റില്ല. ജരൂർ അംഘംസെ ദേഖേങ്കേന, തീർച്ചയായിട്ടും കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ആത്മാബിഹേന തും കഹത്തെ ഹോ ഹം ആത്മാ, ആത്മാവുണ്ട്, പരമാത്മാവ് പഠിപ്പിക്കല്ലേ, നമ്മളും ആത്മാക്കളാണ്. ജരൂർ സ്റ്റാർ മിസൽഹെ ദേഖനേമേം ഭി ആത്തി ഹെ, തീർച്ചയായിട്ടും അതൊരു നക്ഷത്രമാണ്, കാണാനും പറ്റും. ഖുദ് ആത്മാ കഹത്തെ ഹെ മേം സ്റ്റാർ ഹും ബഹുത് മഹി, സ്വയം ആത്മാവാണ് പറയുന്നത് ഞാൻ ആത്മാവാണ്. ദേഹത്തിന് പറയാൻ പറ്റും എന്റെ ആത്മാവ്, ദേഹത്തിന് ബോധമില്ല, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ആത്മാവ് അതിസൂക്ഷ്മം, അണോരണീയം, അണുവിനേക്കാളാണ്, അതിനേക്കാളും ചെറിയ അണുവില്ല, അവിഛിന്നം, ഇനി അതിനെ മുറിക്കാൻ പറ്റൂല, അത്രയും സൂക്ഷ്മമാണ്. ആത്മാ ഭൃഗുടിക്കെ ബീജ്മേ രഹത്തി യഹ്ബി ജാൻതേ, ആത്മാവ് ഇരു പുരിക മധ്യത്തിൽ ഭൃഗുടിയിലാണ് ഇരിക്കുന്നത്, അതും അറിയാം. കൊയ് കാതെ ഹം കൈസ്യമായി, ചിലർ ചോദിക്കും ഞങ്ങളിത് എങ്ങനെ മാനിക്കും, ഞങ്ങളിത് എങ്ങനെ അംഗീകരിക്കും? അച്ഛാ ഭൃഗുടിമേ നഹീം സമച്ചോ അങ്കോമേ കഹംന കഹാം ഹേത്തോ സഹീന, ശരി ഭൃഗുടിയിലുണ്ടെന്ന് സമ്മതിക്കണ്ട, കണ്ണിലുണ്ടെന്ന് വിചാരിക്കും, ഭവന എവിടെയെങ്കിലും ഇരിപ്പുണ്ട്. ആത്മാഹി കാതി യഹ് മേരാ ശരീരം, ആത്മാവ് ഇതിനകത്തിരിക്കുന്ന ആത്മാവാണല്ലോ പറയുന്നത് എന്റെ ശരീരം, അതിന് ഭൃഗുടിയിലാണോ ഹൃദയത്തിലാണോ മൂലാധാരത്തിലാണോ ബൗറ് തർക്കിക്കേണ്ട, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കും. ഭൃഗുടി ശുദ്ധ സ്ഥാൻ ഹേ ഇസ്ലിയെ ആത്മാക്ക നിവാസ്ഥാൻ യഹാം ദിഖാത്തെ ഹേ, ഈ ഭൃഗുടിയുടെ പ്രത്യേകത എന്താ? ശുദ്ധ സ്ഥാനമാണ്, അവിടെയാണ് എല്ലാ ഇന്ദ്രിയങ്ങളും, അവിടെയാണ് കൺട്രോളിൽ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഡ്രൈവർ അവിടെ പോയിരിക്കുന്നു. ടീക്കാക്കി നിശാനി ബി യഹാം ദി ജാത്തി, ആളുകൾ തിലകം ചാർത്തുന്നതും എവിടെയാണ്? തിരുനെറ്റിയിൽ തന്നെയാണ്, അത് ആത്മാവിന്റെ സ്മൃതിയുടെ തിലകമാണ്. ആത്മാ ശരീർ ഈ ദേഹത്തിനകത്തിരിക്കുന്ന ആത്മാവാണ് പറയുന്നത് ഞാൻ ഒരു ദേഹം വിട്ട് അടുത്ത ദേഹം എടുക്കും. ഇസ്മേ സംശയിക്കത്തോ പോയി ബാത്മേ, ബൗറിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആത്മാ യാദ് കർത്തിഹേ പരംപിത പരമാത്മാക്കോ, ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി അല്ലെങ്കിൽ ആത്മാവാണ് ഈശ്വരൻ വിളിക്കുന്നത്, ദൈവം എന്നെ കൂടി അങ്ങോട്ട് വിളിക്കും. ശരീരമാണോ പറയുന്നത്? ശരീരം അവിടുന്ന് വന്നതല്ലല്ലോ, പിന്നെ അങ്ങോട്ട് വിളിക്കാൻ പറയണ എന്തിനാ? അവിടുന്ന് വന്നത് ആത്മാവാണ്, അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നത് ആരാണ്? ആത്മാവ് തന്നെയാണ്. തുമാര പാർട്ട് പൂരാ ഹുവാ ഹേ, ബാബ പറയാണ് നമ്മളുടെ പാർട്ട് കഴിഞ്ഞു.
തും പതിത് ബൻ ഗയേ ഹോ, നമ്മൾ പതിതമായി പോയി. തുംസെ സാരി നോളജ് നികൽ ഗയി, എല്ലാ അറിവും, ആത്മാവിലെ ജ്ഞാനവും ഇല്ല, ഗുണങ്ങളും ഇല്ല, ശക്തികളും ഇല്ല, വളരെ ദുർബലമായി അല്ലെ. 5000 വർഷം യാത്ര ചെയ്ത് ഇപ്പോൾ ആത്മാവില് സ്വല്പം പോലും ഇന്ധനമില്ല. ഇതൊന്നും ആരുടെയും ദോഷമല്ല. ധാരാളം പേര് ബാബയെ വിട്ടു, ഇത് ആരുടെയും ദോഷമൊന്നുമല്ല. അവരുടെ ആത്മാവിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ കൽപ്പത്തിലും അങ്ങനെയായിരുന്നു. ആദ്യത്തെ കൽപ്പം ഏതാണ് ആർക്കും അറിയില്ല. അപ്പൊ നാടകത്തിലേക്ക് വരും. അപ്പൊ ഡ്രാമയില് അങ്ങനെയാണ്. അപ്പൊ ബാബ പറയാണ് ആരുടെയും ദോഷമില്ല, ഒക്കെ ഡ്രാമയാണ്. आत्मा कहती है हमारे में 84 जन्मों का पाठ है, ड्रामा अनुसार 84 जन्म भोगने ही पड़ते हैं. ആത്മാവ് പറയാണ് നമ്മുടെ ആത്മാവിലെ 84 ജന്മത്തിന്റെ പാർട്ട് കുറിച്ച് വെച്ചെടുത്തു. അപ്പോൾ ഓരോ ആത്മാവിലും വ്യത്യസ്തമായ പാർട്ടുണ്ട്. എല്ലാവരും കൃഷ്ണനാകാൻ പറ്റൂ? എല്ലാവർക്കും ബ്രഹ്മഭാവം ചെയ്ത പോലെ പുരുഷാർത്ഥം ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പൊ ബ്രഹ്മഭാവം എന്തുകൊണ്ട് തീവ്ര പുരുഷാർത്ഥം ചെയ്തു? ആത്മാവിലുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ബാബ എന്ന് പറഞ്ഞത് നിരഹങ്കാരി, എനിക്ക് യാതൊരു അഹങ്കാരവുമില്ല, എന്റെ ആത്മാവിൽ എഴുതിയത് കൊണ്ടാണ് ഞാൻ ഇത്ര ഉയർന്ന പുരുഷാർത്ഥം ചെയ്തത്. അപ്പൊ ആ അറിവ് നമ്മളെ നിരഹങ്കാരിയാക്കും. ആരെയും നമുക്ക് ദോഷപ്പെടുത്താൻ പാടില്ല. എന്തുകൊണ്ടെന്നാല് എല്ലാവരും അവരവരുടെ ആത്മാവില് അനാദിയായി എഴുതപ്പെട്ട പാർട്ട് അഭിനയിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പതിത് ഹോനാഹി പടേ, ബാബ പറഞ്ഞു ഡ്രാമ അനുസരിച്ച് പതിതമായേ മതിയാവും. യഹ് അഭി തും ജാൻതേ ഹോ ജബ് സമझाया जाता, ഇതെല്ലാം മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി. എന്തുകൊണ്ട് ഇത് കലിയുഗമായി ആർക്കും അറിയില്ല. അപ്പൊ ബാബ പറയാണ് അത് ഡ്രാമയിൽ അങ്ങനെ ഉള്ളത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്? ബാബ പറഞ്ഞത് അത് ഡ്രാമയിൽ അങ്ങനെ ഉള്ളത്. എന്തുകൊണ്ടാണ് ബുദ്ധൻ ആ സമയത്ത് വന്നത്? അത് ഡ്രാമയിലുള്ളത്. എല്ലാം അനാദിയായ ഡ്രാമയിലെ ഒരു ഒഴുക്കാണ്. ആർക്കും അഹങ്കരിക്കാനുമില്ല, ആർക്കും തലതാഴ്ത്തേണ്ട കാര്യവുമില്ല. എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തും कहते हो ബാബ ബരോബർ ഡ്രാമ മേ തോ പാർട്ടി മേരാ, നമ്മൾ പറയും ബാബ തീർച്ചയായിട്ടും ഡ്രാമയിൽ എന്റെ പാർട്ടുണ്ട്. ആപ്പിനെ സമझाया है യഹ് അനാദി ഡ്രാമ, അങ്ങ് ഞങ്ങൾക്ക് എന്ത് പറഞ്ഞു തന്നു? ഇത് അനാദിയായി എഴുതപ്പെട്ട ഉണ്ടാക്കപ്പെട്ട ഒരു ഡ്രാമയാണ്. ആരാണ് ഡ്രാമ ഉണ്ടാക്കിയത്? ആരാണ് ഇതെല്ലാം എഴുതിയത്? അറിയില്ല. അതാണ് അനാദി. അത് തന്നെയാണ് എല്ലാം. ഹം ഡ്രാമയ്ക്ക് പരവശിയെ, നമ്മൾ എല്ലാവരും ഡ്രാമയ്ക്ക് പരവശമാണ്. ഗീതയിൽ എന്താ പറയുന്നത്? അവശപാർത്ഥ അവ്യക്താൽ വ്യക്തയ സർവ പ്രഭവന്യക രാഗമേ അവശപാർത്ഥ തത്രൈവാവ്യക്ത സംജയേ. പകലില് എല്ലാ ആത്മാക്കളും അവ്യക്തത്തിൽ നിന്നും പരംധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിലേക്ക് വരും. രാത്രിയിൽ എല്ലാവരും അവശ്യമായിട്ട് പോകും. പോകാതിരിക്കാൻ പറ്റൂല. ഭൂതഗ്രാമസ ഏവായ ഭൂത്വാ ഭൂത്വാ പ്രളയതേ, അതേ പ്രാണി സമൂഹം, അതേ ആത്മാക്കൾ തന്നെയാണ് പിന്നെയും വരുന്നത് അടുത്ത കാലത്ത്. ഈ വരവും പോക്കും ഉണ്ട്. അവ്യക്തത്തിൽ നിന്ന് വ്യക്തത്തിൽ വരും. കുറെ ശരീരം എടുത്ത് പാർട്ട് അഭിനയിക്കും, തിരിച്ചു പോകും. ബാബ പറയുന്നത് ആരുടെ നിയന്ത്രണത്തിലൊന്നുമില്ല. ഇത് പ്രപഞ്ചത്തിന്റെ തീരുമാനവും നിയന്ത്രണവുമാണ്. നമ്മളെല്ലാം പരവശരാണ്. അഭിത്തും ഈശ്വർക്ക് വശുഭത്വ ഡ്രാമക്കോ ജനത്തെ, ഇപ്പോൾ നമ്മൾ ഈശ്വരന് വശപ്പെട്ടു. ഡ്രാമയ്ക്ക് വശപ്പെട്ടു എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. മായയ്ക്ക് വശപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുഴപ്പം. തെറ്റിന് വശപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്. ഞാൻ ഡ്രാമയ്ക്ക്, ബാബയും പറയാറുണ്ട് ഞാൻ ഡ്രാമയ്ക്ക് വശമാണ്, അപ്പൊ ബാബ അടിമയാണ്. അല്ല, ഡ്രാമയ്ക്ക് വശപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് മനനം ചെയ്യണം. ഡ്രാമയ്ക്ക് വശപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വതന്ത്രരായി, പക്ഷെ നമ്മൾ ഡ്രാമയ്ക്ക് വശപ്പെട്ടില്ല. അപ്പൊ ബാബ പറയാണ് ഒന്നും അഹങ്കരിക്കാനില്ല. അഹങ്കാരമാണ് ഏറ്റവും വലിയ ഭാരം, ഏറ്റവും വലിയ ദുരിതം, ഏറ്റവും വലിയ ബന്ധിക്കുന്ന വികാരം, സൂക്ഷ്മമാണ്. അപ്പൊ അതിനെ ലംഘിക്കണമെങ്കിൽ ഡ്രാമയുടെ ഞാൻ കൂടെ പറ്റും. നമുക്ക് അഹങ്കാരമില്ലെങ്കിൽ ഒരു ഗുണമാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും. നിങ്ങൾ എന്തിനാണ് അങ്ങനെ കാണിച്ചത്? അവരങ്ങനെ കാണിക്കേണ്ടിയിരുന്നു. അപ്പൊ നമ്മളെ മൊത്തം രക്ഷിക്കുന്നത് ഡ്രാമയുടെ ജ്ഞാനമാണ്. പക്ഷെ എല്ലാവരും ഡ്രാമയ്ക്ക് വിധേയമാണ്. ബാബ പറയണു അത് ഈ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പറയുമ്പോഴും അതിലൊരു സ്വാതന്ത്ര്യവും. പക്ഷെ മായയ്ക്ക് ഞാനൊരു സിഗരറ്റ് വലിക്കാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബാബ പറഞ്ഞു അത് കുഴപ്പം അല്ലെ. ഡ്രാമയ്ക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ കുഴപ്പമില്ല. അഭിത്വം ഈശ്വർക്ക് വശുഭത്വ ഡ്രാമക്കോ ജനത്തെ, ഇപ്പോൾ നമ്മൾ ഈശ്വരന്റെ വശത്തായപ്പോൾ ഡ്രാമയെ മനസ്സിലായി. ഫിർത്തും രാവണക്കെ വശു പോനേസെ ബേതാലെ ബൻ ജാത്തെ, പിന്നെ നമ്മൾ രാവണന് വശപ്പെടും. അപ്പോൾ നമ്മൾ നശിക്കും, അതായത് നമ്മൾ ആകെ നാശത്തിലേക്ക്. ബാബ കാത്തേഹി മേൻ തുമക്കോ കിത്തനി നോളജ് ദേത്താ, ബാബ പറയാണ് കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് എത്ര അറിവാണ് നൽകുന്നത്? സബ് കഹത്തെ ഏകത്വം ബിൽക്കുൽ നഹി നോളജ്, എല്ലാവരും പറയും ഇതൊരു തികച്ചൊരു പുതിയ ഒരു ജ്ഞാനമാണ്. അത്രയും ആഴത്തിലുള്ള അറിവ് ബാബ നമുക്ക് നൽകുന്നുണ്ട്. സച്ച് और झूठ सिद्ध कर बताया जाता है,
സത്യം എന്താണ്, അസത്യം എന്താണ് ബാബ തെളിയിച്ചാണ് പറഞ്ഞു തരുന്നത്. ഭാരത് ഹി സച്ചഖണ്ഡ ഒരു ചൂട്ടുകണ്ഠ ബനത്താഹി. ഭാരതം തന്നെയാണ് സത്യഖണ്ഡമാകുന്നത്. ഭാരതം തന്നെയാണ് എന്തായി മാറുന്നത് ലൈല സിസ്റ്ററെ? ഭാരതം തന്നെയാണ് സത്യഖണ്ഡമായി മാറുന്നത്. ഭാരതം തന്നെയാണ് പറയും. പറഞ്ഞേ പഠിക്കുള്ളൂ, പറയാണ്ട് പഠിക്കത്തില്ല. ബാബ പിന്നെയും എടുത്തു പറയാൻ പറയും. ഭാരതം തന്നെയാണ് അസത്യഖണ്ഡമാകും. ലൈല സിസ്റ്റർ പറയാൻ ലജ്ജ. അപ്പൊ ഞാൻ അധീനമാണോ എന്ന് ചിന്തിച്ചാലും അങ്ങനെയൊന്നും ഒരാൾ പറയുമ്പോൾ പറയാൻ പാടില്ല. ഒരു സറണ്ടർ സിസ്റ്ററാണ് അല്ലെ? അതുകൊണ്ടാണ് ലൈല സിസ്റ്റർ പറഞ്ഞു പഠിക്കണം, അല്ലെ പഠിക്കത്തില്ല. സച്ചഖണ്ഡമേ സച്ച് ഹി ഹോക. സത്യഖണ്ഡത്തിൽ സത്യമേ ഉള്ളൂ. ചൂട്ടുഖണ്ഡമേ ചൂട്ടുക്കാഹി വാർത്താലബഹി. ഈ അസത്യഖണ്ഡത്തിൽ അസത്യമായ കാര്യങ്ങളെ സംസാരിക്കും. ഈശ്വരൻ സർവ്വവ്യാപിയാണ്. സത്യമാണ് അസത്യമാണ്. ആത്മാവ് നിർലേപമാണ്. സത്യമാണ് അസത്യം. ഇവിടെ തന്നെ പണമുള്ളവർ സ്വർഗത്തിലാണ്, പണമില്ലാത്തവർ നരകത്തിലാണ്. സത്യമാണ് അസത്യം. നമുക്കൊക്കെ അവസാനം മോക്ഷം കിട്ടും. സത്യമാണ് അസത്യം. നമ്മളെല്ലാം കൃമികളിൽ നിന്ന് വളർന്നാണ് മനുഷ്യനായത്. സത്യമാണ് അസത്യമാണ്. ഭാവികണി ലോകത്ത് എന്ത് സത്യവും? ഒരു സത്യവുമില്ല. അബ് ജബ് തക് തുംകോ സച്ച് കി വാർത്താ ന മിലെ തോ തും ജഡ്ജ് കൈസെ കർ. ഈ സത്യത്തെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നത് വരെ നമ്മൾ എങ്ങനെ താരതമ്യപ്പെടുത്തും? സത്യമേതാണ് അസത്യമേതാണ്? ബാബ വന്ന് പറഞ്ഞപ്പോഴാണ് ഓ ഇങ്ങനെയാണുള്ള കാര്യങ്ങൾ. നമ്മൾ വിചാരിച്ച എന്താ, ഗീതാജ്ഞാനം യുദ്ധകളത്തിൽ കൃഷ്ണ അർജുന പോകും. ഓ അത് ശരിയായിരിക്കും. ആർക്കറിയാം? ശരിയാകട്ടെ ശരിയാകാതെ. ശരിയാണ്, വ്യാസൻ എഴുതിയത്. അപ്പൊ ബാബ എന്ന് പറഞ്ഞ അങ്ങനെയല്ല. നിരാകാരനായ പരമാത്മാവിൽ അർത്ഥം കൊടുത്ത അറിവ് പിന്നീട് അവൻ എഴുതിയത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതാണല്ലോ സത്യം. അപ്പൊ മറ്റേത് അസത്യമായി. അപ്പൊ അങ്ങനെ നമ്മള് ഇപ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്. ബാബ കാത്തെ ഹേ അബ് തും ജഡ്ജ് കരോഗി മേം തുംകോ റൈറ്റ് സമച്ചാത്താഹും യാ വഹു റൈറ്റ് സമച്ചാത്തേ. ബാബ പറയാണ്, കുട്ടികളെ ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പറയുന്നതാണ് സത്യം, അവര് പറയുന്നതാണ് സത്യം. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാൽ ഗുഹ്യതരമായ വിമർശിതശേഷേണ യഥേച്ഛസി തഥാഗുരു. ഞാൻ പറഞ്ഞതെല്ലാം നീ നന്നായിട്ട് മനനം ചെയ്ത് നീ തീരുമാനം എടുക്കുക ഏതാണ് ശരി എന്നുള്ളത്. ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇനി നീ തീരുമാനം എടുക്കണം. നീ ഇതുവരെ പഠിച്ചു വെച്ചതാണോ ശരി? പഠിച്ചു വെച്ചതാണ് ശരിയെങ്കിൽ എന്നെ വിട്ടു പോയിക്കോ, ഒരു കുഴപ്പമില്ല. അതാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അവിടെ പോയിക്കോ, അതിന്റെ പ്രചാരണം നടത്തി. ഇതാണ് ശരിയെന്നുണ്ടെങ്കിൽ ബാബ പറഞ്ഞു ഇതിന്റെ പ്രചാരണം നടത്തും. തും കഹത്തെ ഹോ മേം ആത്മാഹു മേരി ആത്മാക്കു ക്യോം തംഗ് കർത്തേ ഹോ. നമ്മൾ പറയുന്നത് ഞാൻ ആത്മാവെന്നാണ്. എല്ലാവരും പറയാറുണ്ട് എന്റെ ആത്മാവിനെ എപ്പോഴും കഷ്ടപ്പെടുന്നു. ആത്മാഹി തങ്ക് ഹോത്തി. ആത്മാവിനാണ് കഷ്ടപ്പാടും ദുഃഖങ്ങളും വരുന്നത്. ആത്മാ അലഗ് ഹോ ജാതിത്വ പോയി തക്ലീഫ് നഹി ഹോത്തി. ആത്മാവ് ദേഹത്തിൽ നിന്ന് വേറെ പോയാൽ പിന്നെ ഒരു കഷ്ടപ്പാടുമില്ല. ദേഹത്തിനെ നമ്മൾ തല്ലിക്കൊന്നു അല്ലെ, കൊന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ആത്മാവ് തല്ലിക്കൊണ്ടിരിക്കുമ്പോഴോ ആത്മാവ് നിലവിളിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് ശരീരം വിട്ടു പോയിട്ടാൽ ശരീരത്തെ കത്തിച്ചോളെ. ആത്മാവുള്ള ശരീരത്തെ കത്തിച്ചാലും ലൈലശേഷം ആത്മാവുള്ളൊരു ശരീരം, ആത്മാവുള്ളൊരു ശരീരം നമ്മൾ കത്തിച്ചാൽ പോലീസ് എന്ത് ചെയ്യും? ഉറക്കം പോകാനേ ചോദിക്കുന്നു. ചോദിച്ചാലേ ഉറക്കമൊക്കെ പോകുള്ളൂ. വെളുപ്പം കാലത്ത് കഴിഞ്ഞിട്ട് ഉറക്കം വരില്ല മനുഷ്യൻ. ആത്മാവ് ഉള്ള ശരീരത്തെ കത്തിച്ചാല് പോലീസ് കേസെടുക്കൂല്ലേ? ഒരാൾ നമ്മൾ തീ വെച്ചാല്. ആത്മാവ് പോയ ശരീരത്തെ കത്തിച്ചില്ലെങ്കിലും അത് നമ്മൾ വച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാലോ പോലീസ് കേസെടുക്കും. കാര്യം ഈ ശവം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് കത്തിച്ചിടും. നാട്ടുകാർക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. രോഗാണുക്കൾ വരും. കോവിഡ് വന്ന ശരീരം കോവിഡ് കാലം കഴിയുന്നവരെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിഞ്ഞിട്ട് തരാന്ന് പറയും സർക്കാർ. ഇല്ല, അവരെവിടെയെങ്കിലും കൂടി കത്തിച്ചു. അപ്പൊ ബാബ പറയാണ് ആത്മാവാണ് ഈ ദേഹത്തിനകത്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. ശരീരത്തെ സാധി ആത്മാ ദുഃഖ സുഖ ഭോഗത്തി. ഈ ശരീരത്തിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ആത്മാവിന് സുഖദുഃഖങ്ങൾ. നിർലേപിക്കാൻ കാത്തി. പിന്നെ അവര് പറയുന്നത് നിർലേപമാണ്, ആത്മാവിനൊന്നും ബാധിക്കത്തില്ല. പിന്നെ ആരെ ബാധിച്ചത് ആർക്കറിയും? പരമാത്മാ കേലിയബി കാലത്തെ ബഹു നാമരൂപസേനയാണ്. പരമാത്മാവിനെ കുറിച്ച് അവരെന്താ പറയുന്നത്? നാമമില്ല, രൂപമില്ല. ലേക്കിൻ ജബ് പരമാത്മാ കാത്തെ ഹോ തോ യഹി പേ നാം ഭുവാന. അവർ ഈ പരമാത്മാവ് എന്ന് പറയുന്നത് ഒരു പേര് തന്നെയല്ലേ അല്ലെ? അപ്പൊ എത്ര ലളിതമായ കാര്യമാണ്. ലൈലാശിഷ പിടിക്കുന്നില്ല. കൊയ് ബുദ്ബുദാ കാത്തെ കൊയ് ജ്യോതി സ്വരൂപത്തെ. ചിലര് പറയും ഇതൊക്കെ ഈ വെള്ളത്തിൽ കുമള ഉണ്ടാവില്ലേ, അതാണ് ആത്മാവ്. ചിലർ പറയും ബ്രഹ്മത്തിൽ നിന്ന് വന്ന ഒരു ജ്യോതിയാണ്. ജാനത്തെ കുച്ചിപ്പിനെ ഒന്നും അറിയാൻ പാടില്ല. ഇത് ഏക് ബി ഡ്രാമ ജോ റിപ്പീറ്റ് ഹോത്താര. ബാബ പറയണം ഈ ഒരു ഡ്രാമ തന്നെ പ്രകൃതിയും പുരുഷനും രണ്ട് ഘടകങ്ങൾ, അത് മാറ്റാൻ പറ്റില്ല. ആരുടെയും പാർട്ടും പറ്റാൻ പറ്റില്ല. ഇതിന്റെ ഒരു റെപ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഹരേക്ക് ആക്ടർക്കോ അപ്പനാ പാട്ട് ബജാനായി. എല്ലാ കഥാപാത്രങ്ങൾക്കും അവരവരുടെ പാട്ട് അഭിനയിച്ചേ മതിയാവും. ഏക് ഡ്രാമാഹെ ഏക് രചയിത. ഒരു രചയിതാവ്, ഒരു ഡ്രാമ. ഇൻ ബാത്തോംകോ കൊയ് ജാനത്തെ നഹി. ഇതൊന്നും ആർക്കും അറിയാൻ പാടില്ല.
वह तो समझते आकाश में एक जो स्टार्स है उसमें भी दुनिया है, वहां भी जाकर हम लैंड करेंगे, ഫ്ലാറ്റ് കരേങ്കി. ആളുകൾ വിചാരിക്കുന്ന, ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുകയാണ് ഇതുപോലത്തെ ഭൂമി വേറെ കാണും, അത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്ക് പോകണം, എന്നിട്ട് അവിടെ നമുക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കണം, സ്ഥലമൊക്കെ മേടിക്കണം. ഇതാണ് ഈ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന മന്ദബുദ്ധികളുടെ ചിന്ത. അപ്പൊ അവൻ ആകെ പ്രപഞ്ചത്തിൽ ഒരു ഭൂമിയുണ്ട്, ഈ ഒരു കർമ്മക്ഷേത്രത്തിലാണ് ഇതൊക്കെ, ബാക്കിയൊക്കെ ലൈറ്റ് റേഞ്ച് വരും, വേറെ ഒരു സ്ഥലത്തും ഭൂമിയില്ല. ഇത് അങ്ങനെ അറിയാം, ഭാവിക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ നമുക്ക് മനസ്സിലായി. വഹുത്തോ സമയത്തെ ആകാശമേ സ്റ്റാർസ് ഉസ്മേം. അവര് വിചാരിക്കുന്നത് ഈ ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങളുണ്ട്, അവിടെയൊക്കെ ഭൂമി കാണുമായിരിക്കും. അബ് ബഹു സത്യഹേ യാ ജോ ബാബ സമച്ചാത്തേ ഹേ ബഹു. ബാബയ്ക്കാണ് അവര് പറയുന്നതാണ് സത്യം, ഞാൻ പറയുന്നതാണ് സത്യം. ബാബ ഹി തോ നോളജ്ഫുൾ മനുഷ്യ സൃഷ്ടിക്ക ബീജരൂപേ. ബാബ നോളജ്ഫുൾ ആണ്, മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. വൈത്തോ ബീജ് ഹോഗാന ഇസ് കൽപ്പവൃക്ഷ. ഈ കൽപ്പവൃക്ഷത്തിന് എന്തായാലും ഒരു ബീജം ഉണ്ടാവണമല്ലോ. बाबा समझाते हैं वृक्ष भी एक ही है, एक वृक्ष अभी जटिल अवस्था को पाया है. ബാബ പറയാണ് കുട്ടികളെ, വൃക്ഷം ഒന്നേ ഉള്ളൂ, ആ വൃക്ഷം ഇപ്പോൾ ജീർണിച്ചു. അപ്പൊ പുരാന ഝാഡ് ഹോ ഗയാ. ഇപ്പോൾ വൃക്ഷത്തിന് 5000 വർഷം പഴക്കമുണ്ട്, എല്ലാം ജീർണിച്ചു, വീഴാറായി, തായ്ക്കടി കാണാനില്ല, കൊമ്പുകളൊക്കെ ആകെ തളർന്നിരിക്കുകയാണ്, ഇലകളെല്ലാം വാടി, ഒക്കെ രോഗികളായി. ബാബ പറഞ്ഞു ഇത് വീഴും, ഇതിന് തീ കൊടുക്കാൻ പോകും. ഒരു നയ കലം ലഗത്താ ഹി ക്യോങ്കി ജോ മുഖ്യ ദേവി ദേവതാ ധർമ്മ ഹെ വഹ് പ്രായലോഭ ഹോ ഗയാ ഹെ. ഇനി പുതിയ തൈ വെച്ച് പിടിപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ ദേവി ദേവതാ ധർമ്മം ഇപ്പോൾ കാലഹരണപ്പെട്ടു. വിസ്താരത്തോ സാര ഏക ബീജത്താകേന. എല്ലാം എവിടെ നിന്നാണ് വിസ്തൃതമായത്? ആ ഒരു ബീജത്തിൽ നിന്നാണ്. തോ ബാബ കിത്തനി അച്ഛി രീതിയായിട്ട് ശ്രമിച്ചാട്ടെ. അപ്പോൾ ബാബ എത്ര നല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മായ ബില്ലി ജ്യോതി. എന്നാലും മായ അവിടെ ഇരിപ്പുണ്ട്. ഈ മായയാകുന്ന പൂച്ച വന്ന് ഈ വിളക്കിനെ തട്ടിക്കടത്തി കളയും. തൂഫാൻ ലഗനേസെ കിത്തനെ ബഡേ ബഡേ ഝാഡ് ഗുരുപ്പെടുത്തി. കൊടുങ്കാറ്റ് വീശുമ്പോൾ വലിയ വലിയ വൃക്ഷങ്ങൾ പോലും കടപുഴകി വീഴാറുണ്ട്. ലിഖത്തെ ഹെ ബാബ മായ കെ തൂഫാൻ ബഹുതാത്തെ ഇസ്കോ വിഘ്ന ഭി കഹാ ജാത. കുട്ടികളും എഴുതുന്നുണ്ട്, ബാബ മായയുടെ കൊടുങ്കാറ്റ് ഭയങ്കരമായിട്ട് വരും, ഇതിനാണ് വിഘ്നം എന്നും പറയുന്നത്. ബാബ കാത്തെ ബരോബർ രാവൺ കി ആസുരിയ സമ്പ്രദായ വിഘ്ന ഡാൽത്തി ഹെ ഫിർ പുകാർത്തെ ഹെ. ബാബ പറയാണ് കുട്ടികളെ, രാവണന്റെ ആസുരിയ സമ്പ്രദായം വിഘ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ, എല്ലാവരും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. പുകാർത്തെ പുകാർത്തെ ഫിർ മായ കെ തൂഫാൻ വികാർമേ ജിരാതെ. ബാബ പറയാണ് വിളിച്ച് വിളിച്ച് അവസാനം ഈ മായയുടെ കൊടുങ്കാറ്റ് വന്ന് തട്ടിയിടും, നമ്മളെ വീഴ്ത്തി കളയും. പുരാനെ ബി ഗുരുപ്പെടുത്തി. പഴയ കുട്ടികൾ പോലും വീണു പോകുന്നുണ്ട്. ബാബ കാത്തേഹെ മായക്കെ തൂഫാൻ തോ ആയേങ്കെ. ബാബ പറയാണ് മായയുമായിട്ട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയാൽ മായയുടെ കൊടുങ്കാറ്റ് വരിക തന്നെ ചെയ്യും. പരന്തു തും സ്ഥൈര്യം രഹന. യുധിഷ്ഠിരൻ എന്ന് വെച്ചാൽ എന്താണ്? യുദ്ധത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നവൻ. ബാബ പറഞ്ഞു യുധിഷ്ഠിരനായിട്ട് നിൽക്കുന്ന 5 ക്വാളിറ്റികൾ വേണം ഈ മായ യുദ്ധത്തിൽ. ഒന്ന് സ്ഥിരമായിട്ട്, അതാണ് മുതിർന്നത്. ആദ്യം വേണ്ടത് യുദ്ധത്തിൽ ഞാൻ അവസാനം വരെ നിൽക്കും എന്നുള്ളൊരിതാണ്. പിന്നെ ഭീമൻ എന്ന് വെച്ചാൽ എന്താണ്? അതീവ ശക്തി വേണം. അർജുനൻ എന്ന് പറയുമ്പോൾ എന്താണ്? വില്ലാളി വീരൻ, മായയ്ക്ക് ജ്ഞാനത്തിന്റെ വില്ലാളി വീരൻ. നകുലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മര്യാദ, ഈശ്വരീയ മര്യാദകൾ പാലിക്കണം. സഹദേവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈശ്വരീയ സേവ, സഹയോഗം കൊടുക്കും. ഈ 5 ക്വാളിറ്റികൾ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മായായുദ്ധത്തിൽ പിടിച്ചു ജയിക്കാൻ പറ്റൂ. അപ്പോൾ ഏറ്റവും പ്രധാനം എന്താണ്? എത്ര മായ വന്നാലും ഈ ബാബയെ വിട്ടിയാൻ പോകില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ? ഈ ഉറപ്പുണ്ടോ? ലൈലാശിഷ്യനെ അടിക്കടി പറയും ഞാൻ പോകും. കബി കിസ്കോ ഗുസ്സാ നഹിയും കാരണം. ബാബ പറഞ്ഞ ഒരിക്കലും ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല. കഹത്തെ ബാബ ഹംകോ ക്രോധ ഭൂതിനെ ജീത്തില്ല. പക്ഷെ കുട്ടികൾ പറയാണ് ബാബ ഞാൻ ദേഷ്യപ്പെട്ടു, മായയുടെ ക്രോധം എന്നെ ജയിച്ചു. ബാബ കഹത്തെ യഹ് ബോക്സിംഗ്. ബാബ പറയേണ്ടത് ബോക്സിംഗ് ആണ്. ഘടി ഘടി ഗൃത്യ രഹെങ്കിൽ തോ കംജോർ ബൻ ജായ്. അടിക്കടി വീണ് പോകാണെങ്കിൽ ദുർബലരാകും അല്ലെ. നമ്മൾ അടിക്കടി ഇങ്ങനെ വീഴാണെങ്കിലോ നമ്മുടെ ചിലപ്പോൾ എല്ലൊക്കെ പൊട്ടിന്നിരിക്കും. അവർ ഇങ്ങനെ അടിക്കടി ദേഷ്യപ്പെടുകയും എല്ലാ വികാരങ്ങളൊക്കെ വരാണെങ്കിൽ തോറ്റുപോകും. തുമ്മിനെ തോ വികാരം കാ ദാൻ ദിയാഹേന. ബാബ പറഞ്ഞു നിങ്ങൾ എനിക്ക് വികാരങ്ങൾ ദാനം നൽകിയില്ലേ? ദാൻ ദേക്കർ ഫിർ വാപ്പിസ് നഹില്ലേ. ബാബ പറഞ്ഞു ദാനം നൽകിയിട്ട് മടക്കിയെടുക്കരുത്. കൊയ് ബി പ്രകാർ കാ ദാൻ ദേക്കർ ഫിർ വാപ്പിസ് നഹി ലിയാ ജാത. ഏത് പ്രകാരത്തിലുള്ള ദാനമാണെങ്കിലും ബാബ ദാനം ചെയ്ത വസ്തു തിരിച്ചെടുക്കരുത്. കഹാനി ബിഹേന രാജ ഹരിചന്ദ്രനെ ദാൻ ദിയാ ഥാ യഹ് മിസാൽ ബൈഡ് ബനായി. ഇതിൽ ഏറ്റവും വലിയ കഥ ഏതാണ്? ഹരിചന്ദ്രൻ അല്ലെ. ഹരിചന്ദ്രനെ പരീക്ഷിക്കാൻ വേണ്ടി ദാനം സ്വീകരിച്ചു, അവസാനം രാജ്യം കൊടുത്തു, എല്ലാം കൊടുത്തു. അവസാനം മോനെ കുഴിച്ചിടാൻ പോലും പൈസ ഇല്ലാതെയായി. എന്നിട്ടും സത്യത്തെ വിട്ടില്ല. അപ്പോൾ മാത്രമേ ഹരിചന്ദ്രൻ ജയിച്ചുള്ളൂ. ബാബർ അത് ഈ സമയത്തെ കഥയാണ്. ഹാം തോ ബാബു കാത്തെ ഇൻഷുർ കർണാകോ തോ കരു. ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യണമെങ്കിൽ എന്റെ അടുത്ത് ഇൻഷുർ ചെയ്യും. നഹി കരെങ്കിൽ തോ തുമക്കോ കുച്ച് ഭി നഹി മിലേഗ. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല.
वास्तव में दान की कोई चीज वापिस हो नहीं सकती. യഥാർത്ഥത്തിൽ ബാബ പറയാണ് ദാനം നൽകിയ സാധനം തിരിച്ചെടുക്കാൻ പാടില്ല. समझो किसी ने दान दिया मकान बनाने में, मकान बन गया फिर वापस कैसे हो सकता है? ഒരാൾ കെട്ടിടം വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് പൈസ സഹായിച്ചു, കടമല്ല, സഹായിച്ചു. കെട്ടിടം പണി കഴിയുമ്പോൾ തിരിച്ചു ചോദിക്കുന്നത് ശരിയാണ്. കടമല്ലല്ലോ, ദാനം ചെയ്തിട്ടല്ലേ. കന്യാദാനക്ക് പൈസ ദിയ ഷാദി ഹോ ഗയി ഫിർ വഹ് വാപസ് കൈസെ ദേ. പെൺകുട്ടിയുടെ വിവാഹത്തിന് നമ്മൾ സ്ത്രീധനം കൊടുക്കും, ഭാവിക്കണം തിരിച്ചു ചോദിക്കുന്നത് ശരിയാണ്. ദാന ദി ഹുയി ചീസ് വാപ്പിസ് ആ നഹീ സക്തി. ദാനം ചെയ്ത വസ്തു തിരിച്ചെടുക്കാൻ പാടില്ല. അപ്പൊ നമ്മളെ ബാബയ്ക്ക് ദാനം കൊടുത്തു, ബാബ പറഞ്ഞു ഇനി അത് തിരിച്ചെടുക്കാൻ പാടില്ല. तो बाबा समझाते तुम बच्चों को कितनी खुशी होनी चाहिए. ബാബ മനസ്സിലാക്കി തരികയാണ് കുട്ടികൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കണം. സബ് സാധു സന്ത ആദി കാത്തെ പരമാത്മ സർവ്വയാമി നാമരൂപസ്യ ന്യാരാഹി. എല്ലാ സാധുക്കളും സന്യാസികളും എന്താ പഠിപ്പിക്കുന്നത്? പരമാത്മാവ് സർവ്വയാപിയാണ്, പരമാത്മാവിന് നാമമില്ല, രൂപമില്ല. അപ്പൊ നാമരൂപസ്യ ന്യാരി കോയി ചീസ് ഹോത്തി നഹി. ബാബ പറയുന്നത് നാമരൂപം ഇല്ലാത്ത ഒരു വസ്തു ഇല്ല. ആകാശകാഭിനാംഗീന, ആകാശം അനന്തമാണ്, പക്ഷെ അതിനൊരു പേരുണ്ടല്ലോ. പരമാത്മാക്ക സബിനാം ജപിക്കും, എല്ലാവരും നാമം ജപിക്കുന്നുണ്ടല്ലോ. അവരുടെ പരമാത്മാവിന്റെ നാമം ഇവിടെ ജപിക്കുന്നത്. ശിവലിംഗക്ക് പ്രതിമ, ശിവലിംഗത്തിന്റെ പ്രതിമയുമുണ്ട്. ഒരു നാമരൂപത്തെ നേരാക്കിയോ. അപ്പൊ ശിവൻ എന്ന പേരുമുണ്ട്, ശിവലിംഗവുമുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് ഇവര് നാമരൂപം ഇല്ലാന്ന് പറയുന്നത്? പരന്തു ഹട്സെ ഉദർത്തെ ഹി നഹിം इसलिए बाबा ने समझाया कि पहले पहले कोई मिले तो पूछो परमपिता परमात्मा से आपका क्या संबंध है. പക്ഷെ ബാബ പറയണം ആളുകൾ ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ വിചാരിക്കേണ്ട. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ദൈവം വന്ന് ഭൂമിയിൽ പഠിപ്പിച്ചാലും ആളുകൾ അവരുടെ വിശ്വാസം പെടത്തില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് കുട്ടികൾ ആദ്യം അവരോട് ചോദിക്കും, പരംപിത പരമാത്മാവുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? ഈശ്വരൻ നമ്മുടെ ആരാണ്? വഹ് പിതാഹുവാന. എല്ലാവരും പറയുന്നത് എന്താണ്? പരംപിത. ഗീതയിലും പറയുന്ന ജഗത് പിത, അല്ല ക്രിസ്ത്യാനികളും പറയുന്നത് എന്താണ്? ഗോഡ് ഫാദർ. ബാബ പറഞ്ഞു ഞാൻ അച്ഛനുണ്ട്. അപ്പൊ അച്ഛനുണ്ടല്ലോ. തും ബച്ചെ കഹാം ഭി സർവീസ് കർ സക്തേ. എവിടെ വേണേലും പോയിട്ട് കുട്ടികൾക്ക് സേവ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാണ്? നമ്മൾ എവിടെയും പോകാറില്ല. എവിടെ വേണേലും പോകും, അവരുടെ ലോകത്ത് എവിടെ വേണേലും പോയി സേവ. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മളിതും പോകാറില്ല. ശിവക്കെ മന്ദിരമേം ജാക്കർ പൂജും. ശിവക്ഷേത്രമല്ലേ, തൊണ്ടംകുളങ്ങരയുണ്ട്, കളർകോടുണ്ട്. ബാബ ചോദിക്കും തുമാരാ പരംപിത പരമാത്മാ സേ ക്യാ സംബന്ധ ഹേ. അവിടെ നിന്ന് ഭക്തരോട് ചോദിക്കണം, ഈ ശിവലിംഗം ആരുടെ? പൂജാരിയോട് ചോദിക്കണം, ഈ ശിവലിംഗം ഏതാ? ഭക്തരോട് ചോദിക്കണം, ഇത് നിങ്ങളുടെ ആരാണ്? ഇവിടെ നിന്ന് എന്തിനാ തൊഴുന്നത്? ഇവിടെ നിന്ന് എന്നെ നാമം ജപിക്കുന്നത്? അവർക്ക് പറഞ്ഞു കൊടുക്കും. ഒരിക്കൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരാൾ ബഹളം വെക്കി. എനിക്ക് തർക്കിക്കാനും ബഹളം വയ്ക്കാനും വയ്ക്കാനുമില്ല. ഇത് ഇത്തിരി നേരത്തെ ചെയ്യാറുതല്ലേ. എന്റെ 2 ആമ്പിള്ളേരും ബന്ധുക്കുസ്തായി മാറി. ഇപ്പോഴല്ലേ എനിക്ക് ഈശ്വരൻ മനസ്സിലായത്. ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്റെ പിള്ളേര് പോവില്ലായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇയാൾ വരും, അയാൾ പിന്നെ കണ്ടിട്ടില്ല. അതാണ് ആളുകളുടെ അവസ്ഥ അല്ലെ. അപ്പൊ ബാബ പറയാണ് നമ്മളങ്ങ് നമ്മളങ്ങ് ചോദിക്കേ. സാമനെ ശിവക്കാ മന്ദിർ കട. ബാബയുടെ ശിവക്ഷേത്രം ഉണ്ടല്ലോ മുമ്പിൽ. ഏത് आपका क्या लगता पिता है तो पिता कभी नाम रूप से न्यारा व सर्वव्यापी हो सकता है क्या? ഈ ശിവലിംഗം നിങ്ങളുടെ അച്ഛനാണെങ്കിൽ, അത് പിതാവാണെങ്കിൽ, പിതാവ് എങ്ങനെ നാമരൂപത്തിൽ നിന്ന് വേറെയാകും? പിതാവ് എങ്ങനെ സർവ്വവ്യാപിയാകും? ഇത്തിനി അച്ചി ബാധ്യം സംശയിക്ക്. എത്ര നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പിതാ കാത്തേഹത്തോ ജരൂർ ഉൻകാ നാമരൂപി. പിതാവെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പേരും രൂപമൊക്കെ ഉണ്ടാവും. ബന്ദഗി കർത്തേഹോ യാദ് കർത്തേഹോ तो जरूर उनसे कुछ प्राप्ति होनी चाहिए. നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാപ്തി ഈശ്വരന് കിട്ടണമല്ലോ. ഇൻ സബ് ബാത്തുംകോ തുമാരെ മേ ഭി സബ് രഹീം സമझते. ബാബ പറയണം നാട്ടുകാരുടെ കാര്യം വിട്, എന്നെ മനസ്സിലാക്കിയ എന്റെ കുട്ടികൾ പോലും ഇതൊന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ബൽ യഹം സമ്മുഖ് ബൈഠേഹേ വഖ് ഭി സബ് ഇത്നാ നിശ്ചയ നഹീ കർ സക്തേ. മുമ്പിലൊക്കെ ഇരിപ്പുണ്ട്, ബാബയുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ബാബ പറഞ്ഞു അത്ര വലിയ നിശ്ചയമൊന്നും വന്നിട്ടില്ല. ശിവൻ വന്നിട്ടൊന്നും, ശിവൻ നമ്മുടെ അച്ഛനാണെന്നും വലിയ നിശ്ചയമൊന്നും വന്നിട്ടില്ല. ആജിഹെ കൽ നഹീ നഹീ. ഇന്നിവിടെ ഇരിപ്പുണ്ട്, നാളെ കാണാനില്ല. തും സുനേങ്കെ ഫലാനെ ചലേഗെ. അപ്പൊ നമ്മൾ പിന്നാണ് ബാബയെ വിട്ടുപോയി. ദേഹത്തെ ഹോ കിത്തനെ റഫു ചക്കർ ഹോ ജാത്തെ തൂഫാൻ മേ ഗിർ പടത്തെ. ബാബ പറയാണ് നമുക്ക് കാണാൻ പറ്റും എത്ര തവിട് പൊടിയാക്കി കളയാണ് ഈ മായവൻ. വേറെ കൊടുങ്കാറ്റിലെല്ലാം തകർത്ത് കളയും. വാസ്തവമേ സാരാ ഞാൻ തുമാരി ബുദ്ധിമേ രഹത്ത. യഥാർത്ഥത്തിൽ ഈ അറിവ് മുഴുവൻ നമ്മുടെ ബുദ്ധിയിലാണ്. ജൈസെ ബാബ ബീജകെ ഉൽക്കി ബുദ്ധിമേ സാരാ ഡ്രാമ കഞ്ഞ. ബാബയുടെ ബുദ്ധിയിലെ ഈ ജ്ഞാനം മുഴുവനുണ്ട്. പ്രപഞ്ചത്തിന്റെ ജ്ഞാനം മുഴുവൻ ബാബയുടെ ബുദ്ധി. ആ ബുദ്ധി നമുക്ക് ബാബ തന്നു, നമ്മുടെ ബുദ്ധിയിലും വന്നു. ജോ സിഖായ ഹെ വഹ് തുമാരെ പാസ് ഭി ഹെ ജോ തുംകോ ഈകോ ഭി സമझ सकते हो. എന്താണ് നമ്മളെ പഠിപ്പിച്ചത് അത് നമ്മുടെ ബുദ്ധിയിലുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മറ്റുള്ളവരുടെ ബുദ്ധിയിലേക്ക് കൊടുക്കണം. അതിനാണ് സേവ എന്ന് പറയുന്നത്. നമ്പർ വാർത്തകി എല്ലാവരും ഒരുപോലെ ആകില്ല, അത് നമ്മൾ അംഗീകരിക്കുക. എല്ലാവരും ഒരുപോലെ പഠിക്കുകയില്ല, പഠിപ്പിക്കുകയില്ല.
कोई की बुद्धि सदो है, कोई की रजो तमो. बाबा से कोई पूछे तो बाबा बता सकते हैं. ചിലരുടെ ബുദ്ധി സദോയിലെത്തി, ചിലരുടേത് രജോയിലായിട്ടുള്ളൂ, ചിലരുടേത് തമോയിലാണ്. बाबा പറയണ എന്നോട് ചോദിച്ചാൽ പറയാം. एक ब्रह्मा भी कहते हैं, हम बता सकते हैं कि तुम्हारी बुद्धि सदो प्रधान है व रजो तमो. ബ്രഹ്മബാബയും പറയാണ്, എനിക്കും അറിയാം കുട്ടികളുടെ ബുദ്ധി സദോ പ്രധാനമാണോ സദോയാണോ രജയാണോ ഇതൊക്കെ ബാബ പറഞ്ഞ എനിക്കും അറിയാം. സാരാ സർവീസ് കെ ഊപ്പർ മദാർ. അതെങ്ങനെ അറിയാൻ പറ്റും? സേവനത്തിന്റെ ആധാരത്തിലാണ്. കൊയ്ക്കോ ജ്ഞാനിക്ക് അച്ചി ധാരണ ഹോത്തി ഹെ തോ കഹേങ്കെ സദോ പ്രധാൻ ബുദ്ധി. ജ്ഞാനം നന്നായിട്ട് ധാരണയായി, അപ്പോൾ എന്ത് പറയും? സദോ പ്രധാന ബുദ്ധിയാണ്. ഹരേക്ക് ബുദ്ധി സമച്ച് സക്തേ ഹെ मैं क्या करता हूं. ഓരോരുത്തർക്കും സ്വയം മനസ്സിലാക്കാൻ സാധിക്കും എന്റെ ബുദ്ധി എങ്ങനെയാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്, എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രത്തോളം പറയാൻ സാധിക്കുന്നുണ്ട്. പൂച്ചത്തെ ഹെ ബാബ ഹമാരി കോയി ഭൂല് ഹെ. കുട്ടികൾ ചോദിക്കുകയാണ്, ബാബ ഞങ്ങളുടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ബാബ കഹെങ്കെ നമ്പർ 1 ഭൂല് ഹെ യഹ് ഹെ ജോ തും ഡാഷ് നഹീം കർത്തെ ഹോ. ബാബ പറയാണ്, നിങ്ങൾ ചെയ്യുന്ന നമ്പർ 1 തെറ്റ് ഇതാണ്, നിങ്ങൾ ഡാഷ് ചെയ്യുന്നില്ല. എന്താ അതെന്താ ലൈല ശിശു പറയും. ലൈല ശിശു ചോദിക്കും, എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്ന കാര്യം 10-32 കൊല്ലമായൊരു സിസ്റ്ററല്ലേ. അപ്പൊ ഇവിടെ വരുന്നവർക്കൊക്കെ നോളജ് വാരി വിതറിക്കൊണ്ടിരിക്കും. പാടിക്കണം, പഠിപ്പിക്കണം, അല്ലെ? എത്ര ഉയർന്ന പോകും. നമ്മുടെ ഒരു സെന്ററിൽ ഒരു ഭായിയുണ്ട്, അടുക്കള സേവ അടുക്കള സേവ അടുക്കള. നമ്മളദ്ദേഹത്തിൻ്റെ ഒരു അടുക്കള സേവ വലിയ പുണ്യമാണ്. ശരിയായ രീതിയിൽ ചെയ്താൽ എല്ലാ സേവയും പുണ്യം. പക്ഷെ ഇതിന് കോഴ്സ് എടുക്കാൻ പഠിക്കും, ഇതിന് മുരല് വായിച്ചു കൊടുക്കാനും പഠിക്കും, ഇതിന് ഡ്രൈവിങ്ങും പഠിക്കും, എല്ലാം ചെയ്യാം. അപ്പൊ പതുക്കെ പതുക്കെ എന്താണ് ഓൾറൗണ്ടർ ആയിട്ട് ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ചെയ്യുന്ന നമ്പർ 1 തെറ്റിതാണ്, നിങ്ങൾ സേവ ചെയ്യുന്നത് ആളുകൾക്ക് ജ്ഞാനം കൊടുക്കുന്നില്ല. ജിസ് കാരണം പദ പ്രശ്നം ഹോ ജായേഗാ. ഇത് കാരണം പദവി പ്രശ്നമാകും. സർവീസ് തോ ദേഖനെ മേ മത് ദേഖന. സേവനം ബാബ ഒന്ന് കാണാൻ പറ്റില്ലേ? കിത്തന സമझाया जाता है. मंदिरों माध्यम जाकर समझाओ. എത്ര ബാബ പറയുന്നുണ്ട് അമ്പലങ്ങളിലൊക്കെ പോയി മനസ്സിലാക്കി കൊടുക്കാൻ. ഗപ്പോട മാർത്തെ ഹം സർവീസ് ബഹുത് കർ സക്തേ. ഭയങ്കര പൊങ്ങച്ചം പറയുന്നു, ഭയങ്കര സേവ ഞങ്ങൾ ചെയ്യും. ഈ ചെയ്യും ചെയ്യുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം? ചെയ്ത് കാണിക്കണം. परंतु बाबा जानते एक सर्विस कर नहीं सकते. ബാബയ്ക്ക് അറിയാം ഈ പറച്ചിലുകൊണ്ട് ഒരു സേവയും ചെയ്യാൻ പോണില്ല. ആയി ബഹുദ് സഹജ്. ഇതിന് വലിയ ഡിഫിക്കൽട്ട് ആയ കാര്യമാണ്, വളരെ എളുപ്പമാണ്. ജാഡ് ഡ്രാമക്ക ഞാൻ ബഹുദ് സഹജ്. ഈ വൃക്ഷത്തെ കുറിച്ചും ഈ കാലചക്രത്തെ കുറിച്ചൊക്കെ വളരെ സഹജമാണ്. അപ്പൊ നമ്മൾ ഇത് ആൾക്കാർ സ്വീകരിക്കും. ആൾക്കാർ സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമുണ്ട്. ആരും ഇതുവരെ വിമർശിച്ച് പറഞ്ഞിട്ടില്ല. അപൂർവം പേര് ഇത് തെറ്റാതെ പറഞ്ഞു. ബാക്കി എല്ലാവരും അവർ വരില്ലായിരിക്കും. എല്ലാവരും തലയിൽ ഇത് കയറിയില്ലേ കുറച്ചെങ്കിലും. ശരിയാന്നെങ്കിലും പറഞ്ഞല്ലോ, അത്രയൊക്കെ നമ്മൾ ചെയ്താൽ മതി. सिर्फ पूछा जाता है परमपिता परमात्मा से आपका क्या संबंध है. ഈശ്വരൻ നിങ്ങളോട് ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ മതി. ബാബാക്ക് तो वर्षा जरूर मिलना चाहिए. ഈശ്വരൻ നമ്മുടെ അച്ഛനാണെങ്കിൽ അച്ഛനിൽ നിന്ന് സ്വത്ത് കിട്ടണം. അച്ഛനെ നമ്മൾ അറിയണം. എന്റെ അച്ഛനാരാന്ന് ഞാൻ അറിയണ്ടേ? അല്ലാഹു യഹോവ എന്നൊക്കെ പറയുന്നത് ആരെയും അല്ലാഹു. വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഇഷ്ടംപോലെ ഹിന്ദുക്കളെ മാറ്റിക്കൊണ്ടിരിക്കും. ഇത് അല്ലാഹു ആർക്കും അറിയില്ല, പോയവർക്കും അറിയാം. जरूर उनके तुम बच्चे हो, उनसे वर्षा मिला होगा जो अब गंवाया है. തീർച്ചയായിട്ടും ഈശ്വരന്റെ കുട്ടികളാണ് നമ്മൾ. അച്ഛനിൽ നിന്ന് സമ്പത്ത് കിട്ടിയിരുന്നു, അതാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. ഹംനെ ഭി ഗംവായ ഹുവ വർഷ ഫിർ സെ പായാ ഹെ. ആ നഷ്ടപ്പെടുത്തിയ സ്വത്ത് തന്നെയാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചയം ഹോനെ സെ ഝട്ട് വർഷ പാനെ ലഗ് പടേ. നിശ്ചയമുണ്ടെങ്കിൽ ബാബ പറഞ്ഞു സമ്പത്ത് പെട്ടെന്ന്. പരന്തു കിസ്കി തക്ദീർ മേ നഹീ ഹെ തോ മാനേംഗെ ഭി നഹീ. പക്ഷെ ബാബ പറഞ്ഞു തലയിലെഴുതിലില്ലാത്തവരെ ഇതൊന്നും അംഗീകരിക്കത്തില്ല. തദ്വീർ കർ നഹീ സക്തേ. അവർക്ക് ഒരു പ്രവൃത്തിയും ചെയ്യാനും പറ്റത്തില്ല. യഹ് ഭി ജാൻതേ വഹ് ബാബ ഹെ അന്തർയാമി മേ ഹും ബാഹർയാമി. ഇത് നമുക്കറിയാം, ശിവ് ബാബ അന്തർയാമിയാണ്, ബ്രഹ്മ ബാബ പറയണ ഞാൻ ബാഹർയാമി. ഐസെ നഹീ സാരി ദുനിയാക്കെ അന്തർ ക്യാ ഹെ വഹ് ബാഹർ ബതായ്. ഈ ലോകത്തിലുള്ള എല്ലാവരും അകത്തിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന്റെ അർത്ഥം ഹാം യഹ് ജാൻതേ സബ്കെ അന്തർ പാഞ്ച് ഭൂത് പ്രവേശിയെ ഇസ്ലിയെ കാത്തെ രാവൺ സർവ്യാമി. ഇത് ബാബയ്ക്ക് അറിയാം, ഈ ലോകത്തിലെ സകല മനുഷ്യരുടെ ഉള്ളിലും പഞ്ചവികാരങ്ങളുണ്ട്. അതുകൊണ്ട് രാവണൻ സർവ്വവ്യാപിയാണ്. ആൾക്കാർ പറയുന്നത് ദൈവമാണ് സർവ്വവ്യാപി. ദൈവം പറയാണ് ഞാൻ സർവ്വവ്യാപിയല്ല, രാവണൻ സർവ്വവ്യാപിയാണ്. तुमने अभी भूतों का दान दिया ही नहीं. पुरानी दुनिया के देह सहित सब संपत्ति से बुद्धियों की निकाल. एक बात को याद करने में ही बड़ी मेहनत है. നമ്മൾ ഇപ്പോഴും ഈ ഭൂതങ്ങളെ ബാബയ്ക്ക് കൊടുത്തിട്ടില്ല. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തിൽ ഈ ദേഹം ഉൾപ്പെടെ ദേഹത്തിന്റെ സകല സംബന്ധങ്ങളെയും മറന്ന് ബാബയെ തന്നെ ഓർമ്മിക്കണം. ബാബ നല്ല പരിശ്രമമുള്ള കാര്യമാണ്. ഈ മനസ്സുകൊണ്ട് ഇതൊക്കെ മറക്കാനേ നല്ല പരിശ്രമമുണ്ട്. ഏക മെഹനത്ത് രാത്രിക്കോ അച്ചിരീതി ഹോ സക്തി. രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന പറഞ്ഞാൽ മരിച്ചു പോകാം. ഉറങ്ങുമ്പോൾ നമുക്ക് ഒന്നുമില്ലല്ലോ. ബാബ രാത്രിയിൽ ഇരുന്ന് ഇത് അഭ്യസിക്കും. अभी से प्रैक्टिस करेंगे तब याद कर सकेंगे, तो അമൃത വേള का असर अच्छा चलेगा. രാത്രി ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ
നല്ല പ്രഭാവം ഉണ്ടാവും. അമൃതവേളയിലും യോഗം ശരിയാകും. സവേരെ ജഗാന പടെ, രാവിലെ എഴുന്നേക്കണം. സവേരെ സവേരെ ഉടുക്കർ ഭക്തിമാർഗമേ മാല പർത്തെ. ഭക്തന് രാവിലെ എഴുന്നേറ്റ് മാല ജപിക്കാറില്ല. കൊയ് രാം രാം ജപത്തെ, കൊയ് ക്യാ ജപത്തെ, അനേക മന്ത്രിക്കും. ചിലര് രാമരാമാന്ന് ജപിക്കും. എന്തെല്ലാം മന്ത്രങ്ങളുണ്ട്, പലരും പലതാ ജപിക്കുന്നത്. കാശി കാ പണ്ഡിത് ഹോഗാ തോ കഹേഗാ ശിവ ശിവ കഹോ സന്യാസി ആദി സബ് ലോഗ് ഭക്ത ഹെ. കാശിയിലെ പണ്ഡിതന്മാർ എന്ത് പറയും? ശിവ ശിവാന്ന് ജപിച്ചോളാൻ പറയും. സന്യാസിമാരും സാധന ചെയ്യുന്നു. ബാബ പറയണം, സാധു സാധന കർത്തെ ഘർ ബാർ ജോഡ് ജംഗൽ മേ ജാത്തെ യഹ് ഭി സാധാഹനെ. സാധുക്കള് സാധന ചെയ്യുന്നു. ബാബ അവർ വീട് വിട്ട് കാട്ടിൽ പോകുന്നു. ഇതൊക്കെ സാധനയല്ലേ? ഹടയോഗ മാർഗമേ ഡ്രാമ. ഇങ്ങനെയുള്ള ബലപ്രയോഗ മാർഗങ്ങളും ഹടയോഗങ്ങളെല്ലാം ഈശ്വരന് കിട്ടാൻ വേണ്ടി ഭക്തര് പലതും ചെയ്യും. ചില വീട് വിട്ടു പോകും, ചില കാശിയിൽ തന്നെ ഇരിക്കും, ചില കാശിയിൽ പോയി ചാവാറുണ്ട്, കഴുത്തു മുറിക്കാറുണ്ട്. ബാബൻ ഇതൊക്കെ ചെയ്യും. അതൊക്കെ അവരുടെ സാധനയാണ്. ഏകത്തോ ജാനന ചാഹിയെ സ്വർഗ കാ ആദി സനാതൻ ദേവി ദേവതാ ധർമ്മ കഹാം ചലാഗയ. നമുക്ക് ഇതാണ് അറിയേണ്ടത്. ഈ സ്വർഗത്തിൽ ആദി സനാതന ദേവി ദേവതാ ധർമ്മം അതവിടെ പോയി. ദേവതാവും കി പൂജ കർത്തേ ഹെ പരന്തു യഹ് നഹി ജാനത്തെ ഹം കിസ് ധർമ്മ കെ ഹെ. ദേവതകളുടെ പൂജ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ദേവതകള് ഏത് ധർമ്മത്തിൽപ്പെട്ടവരാന്ന് ആരും അറിയുന്നില്ല. ഹംബി പൂജ ലക്ഷ്മി നാരായണ കി കർത്തേ ധേ ധർമ്മ ഹിന്ദു കാഹത്തെ. ബ്രഹ്മബാബ പറയാണ്, ഞാനും കുറെ പൂജ ചെയ്ത ലക്ഷ്മി നാരായണൻ, പക്ഷെ ഹിന്ദു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. अभी तो हम लिखते हमारा ब्राह्मण अथवा देवी देवता करते ही, फिर भी वह हिंदू लिख देते क्योंकि भारतवासी सब हिंदू. ഇപ്പൊ നമുക്ക് ദേവീ ദേവതാ ധർമ്മത്തെ മനസ്സിലായി, നമ്മളിപ്പോൾ ബ്രാഹ്മണരായി. അപ്പൊ നമ്മുടെ സെൻസസിൽ ഞങ്ങൾ ബ്രാഹ്മണരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ദേവതകളാന്നൊക്കെ എഴുതിയിട്ട് കാര്യമില്ല. സർക്കാർ നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞു എഴുതി. മുസൽമാനോക്ക് അലഗ് ലിഖേങ്കി ബാക്കി സബ് ഹിന്ദുക്ക് ലൈഫ് മാറ്റാത്തെ ഇത് വണ്ടർഫുൾ ഡാൻസ്. മുസ്ലിങ്ങളുടെ മുസ്ലിം എന്ന് എഴുതും, ബാക്കി നമ്മൾ എന്ത് പറഞ്ഞാലും ദേവത എന്നൊന്നും എഴുതാൻ പോണില്ല, ഹിന്ദു എന്ന് തന്നെ എഴുതുള്ളൂ. ഇതൊക്കെ അത്ഭുതകരമായ ചില രഹസ്യങ്ങളാണ്. അപ്പൊ തുമാരി ബുദ്ധിമേ ബേഹത്തിക്ക് നോളജ്. ഇപ്പൊ നമ്മുടെ ബുദ്ധിയിൽ എന്താണ്? പരിധി ഇല്ലാത്ത ജ്ഞാനമുണ്ട്. ഈ സൃഷ്ടി ചക്രക്കോ ഡ്രാമ ഹി കഹേങ്കെ. ഈ സൃഷ്ടി ചക്രത്തെ ഡ്രാമ എന്ന് പറയും. ഡ്രാമ റിപ്പീറ്റ് ഹോത്ത നാടകനെ. സിനിമ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ബാബ പറയാണ്, ഇവിടെ ഡ്രാമ എന്ന് ഉദ്ദേശിച്ചാൽ സിനിമയാണ്. സിനിമ അതേപോലെ ആവർത്തിക്കും, നാടകം അതേപോലെ ആവർത്തിക്കും. ഉസ് നാടകമേ കൊയ് ആക്ടർ ന ഹോ തോ ബദലെ മേ കൊയ് ഔർ ആക്ടർ ഡാൽ ദേത്തെ. നാടകത്തിലെ ഇപ്പൊ ഒരു കഥാപാത്രത്തിന് സുഖമില്ലെങ്കിൽ മാറ്റാൻ പറ്റും, അയാൾ മാറ്റിട്ട് വേറെ ആളെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റും. കൊയ് ബീമാർ ഹോ തോ റീപ്ലേസ് കർത്തേ. അയാൾക്ക് സുഖമില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും. ചൈതന്യ നാടക ഹോത്തെ ഇൻകോ നാടക ഭി നഹി ഇൻകോ ഡ്രാമ കഹേ. ബാബ പറയാണ്, ചൈതന്യ നാടകം എന്ന് പറഞ്ഞു, ഇത് നാടകമല്ല, യഥാർത്ഥത്തിൽ ഇതൊരു സിനിമയാണ്, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്മേ കൊയ് ചേഞ്ച് നഹി ഹോ സക്തി. ഇതിലൊരു മാറ്റമൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. മനുഷ്യക്ക് അദ്ദേഹം മുക്തിക്കൊപ്പായി. ആളുകൾ പറയാണ്, ഞങ്ങൾക്ക് ഇനി നാടകമൊന്നും വേണ്ട, കളിച്ച് കളിച്ച് മതിയെ, ഞങ്ങൾക്ക് മോക്ഷം ബ്രഹ്മത്തിൽ പോയിരിക്കാം. പരന്തു ഡ്രാമാമൻ ചേഞ്ച് ഹോ നഹി സക്ത. അപ്പോൾ അടുത്ത കൽപ്പത്തിൽ ആരെ വയ്ക്കും? മഹാത്മാഗാന്ധി പറയണേ, ഇനി ഞാനില്ല, ഞാൻ ഡ്രാമയിൽ കളിക്കാൻ പറ്റില്ല, ഞാൻ ബ്രഹ്മത്തിൽ തന്നെ. അപ്പൊ ബാബയുടെ അടുത്ത കൽപ്പത്തിൽ ഗാന്ധി വേണ്ട, സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ നാടകത്തിന്. അപ്പൊ ആര് വരും? അത് ബാബ പറയണ ആ വിട്ടു പോകാൻ പറ്റില്ല. ഭഗവാൻ ഗീതയിൽ പോലും എന്താ പറയുന്നത്? ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ വരും, അതായത് വന്നേ മതിയാകും. അതായത് ഭഗവാൻ പോലും ഡ്രാമയ്ക്ക് വശം, പ്രപഞ്ച മാതാവിന് വശപ്പെട്ടു. ഈ ഡ്രാമ എന്ന് വെച്ചാൽ അമ്മ, എല്ലാവരും അമ്മയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ്. അമ്മയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി, നമ്മൾ അതിനനുസരിച്ച് കളിച്ചിട്ടുള്ളതാണ്. ഏത് കൊയ് ജാനത്തെ നഹി കി ഡ്രാമ ഡ്രാമ ഹി ഇസ്സെ കൊയ് നികൽ നഹി സക്ത. ഇതൊരു അനാദിയായ നാടകമാണ്. ഈ നാടകത്തിൽ നിന്നും ആർക്കും വിട്ടുപോകാൻ പറ്റില്ല എന്നും ആരും അറിയുന്നില്ല. ഏത് ബഡി സമച്ചനേക്ക് ബാധ്യത. ഇതൊക്കെ ശരിക്കും ചിന്തിച്ചാലേ മനസ്സിലാകും. ആളുകൾ എന്താ പറയുന്നത്? മോക്ഷം. ആൾക്കാർക്കൊന്നും അറിയാൻ പാടില്ല മോക്ഷം എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ പറയും മോക്ഷം. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, കല്ലും കൂട്ടും, സ്വാമിക്ക് ബന്ധം. അങ്ങനെ പോകുമ്പോഴാണ് കപ്പയും കഞ്ഞിയും പോണ് കാണും. അപ്പൊ എന്തോ എന്തൊരു കപ്പയും കഞ്ഞിയും കഴിക്കും. അപ്പൊ ഈ മോക്ഷം അതവിടെ ഇരിക്കട്ടെ, അപ്പൊ കപ്പയും കഞ്ഞിയും കഴിക്കും. പിന്നെ അവിടെ ചെന്ന് സ്വാമി മോക്ഷം തരാന്നൊക്കെ പറഞ്ഞു പോയാൽ കെട്ടും വലിച്ചെന്ന് ഓടിക്കളയും. മോക്ഷത്തിനൊന്നുമല്ല പോയത്, വീട്ടിൽ ഭയങ്കര പ്രശ്നം. ആർക്ക് വേണം മോക്ഷം? പക്ഷെ ആൾക്കുള്ളവർ എന്തീ പറയുന്നത്? മോക്ഷം കിട്ടില്ല. മോക്ഷമാണ് നമുക്ക് വേണം. ഈ മോക്ഷം ആർക്കാ? അതും അറിയാം. മോക്ഷം എന്താണ്? അതും അറിയാൻ പാടില്ല. ബാബ പറയാണ്, കുട്ടികളെ എല്ലാവർക്കും അവരവരുടെ പാട്ട് അഭിനയിക്കണം. ചക്രലഗായ, ചക്രം കറങ്ങണം. ഈ ബാത്തോംകോ കൊയ് സമച്ചിനേക്ക് ബി കോശിഷ് നഹി കർത്തെ. എന്നാൽ ഇതൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക, അതിന് പോലും ആൾക്കാർക്ക് ശ്രമമില്ല. സമചിത്തെ ബി ഹെ ബരോബർ ഏക് ഗോഡ് ഹെ ഔർ ഏക് വേൾഡ് കി ഹിസ്റ്ററി ജോഗ്രഫി റിപ്പീറ്റ് ഹോത്തി ഹെ. ദൈവം ഒന്നേ ഉള്ളൂ, ഈ ലോക നാടകത്തിന് ആവർത്തിക്കപ്പെടുന്നൊക്കെ ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പരന്തു ജാനനേക്ക് കോശിഷ് കരയും ഉൻകി ഫുർസത്തിനെ. എന്നാൽ അത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം, അതൊന്ന് അറിയാൻ ശ്രമിക്കുക. അതിൽ സമയമില്ല എന്നാ പറഞ്ഞു. പുരാനെ ബച്ചും കോഹി ബുദ്ധിമേ നഹി രഹത്തി. അവർ നാട്ടുകാരുടെ കാര്യം വിട്ടെ, എന്റെ പഴയ കുട്ടികൾക്ക് പോലും ഇതൊന്നും പിടികിട്ടിയിട്ടില്ല.
തൂഫാൻ ലഗത്തെ രഹത്തെ. അതുകൊണ്ട് എന്താണ്, അടിക്കടി കൊടുങ്കാറ്റും വരും. ആകെ വെച്ചാൽ വൃദ്ധിക്കൊപ്പാത്തെ രഹേങ്കെ, കുറെ കഴിയുമ്പോൾ ഇതൊക്കെ അഭിവൃദ്ധിപ്പെടും. ബഹുത് ആയെങ്കിൽ സമച്ചിനേക്ക് കൊശിഷ് കരെങ്കിൽ, ധാരാളം പേര് ജ്ഞാനത്തിൽ വരും, മനസ്സിലാക്കാൻ ശ്രമിക്കും. മൗത്ത് ജബ് നസ്തിക് ആയേക തബ് ജൽദി സമച്ചെങ്കിൽ, ഈ മരണം എങ്ങനെയൊക്കെ വരുമ്പോഴോ ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കും. തും തോ കാത്തെ ഹോ കി വിനാശ ആയ കി ആയ ഇസെ പകരെ വർഷ ലേന ഫിർ തും കഹേങ്കെ കിതന ദേരി സെ ആയേ. നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ട് വിനാശം ഇതാ വന്നു കഴിഞ്ഞു, ഇതിനു മുമ്പായിട്ട് ഭഗവാന്റെ സമ്പത്ത് എടുക്കണം. ബാബ പറയണം എത്ര കാലമായി നമ്മൾ പറയുന്നു, പക്ഷെ അവരെത്ര വൈകിയാണ് വരുന്നത്. അഭിത്തോ രാത് ദിൻ യോഗമേ ഗ്രഹോ തബ് വികർമ്മ വിനാശം. ഈ വൈകി വന്നവരോട് എന്താ പറയുന്നത്, രാത്രിയും പകലും അരനിമിഷം ബധ കളയരുതാരും, ഈശ്വരനെ ഓർമ്മിച്ച് വികർമ്മങ്ങൾ നശിപ്പിക്കുക. വികർമ്മ ബഹുത്, എല്ലാവരുടെയും ആത്മാവിലെ പാപകർമ്മങ്ങളുടെ ഭാരം കണ്ടമാനമുണ്ട്. ടൈം ലഗത്ത, അത് പെട്ടെന്നൊന്നും പോകത്തില്ല, സമയം പിടിക്കും. ഇൻകോബി കിത്തന സമയം ലഗാകെ, ബ്രഹ്മബാബയ്ക്ക് പോലും എത്ര സമയം പിടിച്ചു. അബ് തക്ക് പോയിന്റ്സ് രഹിക്കുക, ഇപ്പോഴും പൂർണ്ണമായിട്ട് കാര്യം പിടിയിട്ടിട്ടെന്ന് പറഞ്ഞു. ഇനി ധാരാളം പോയിന്റുകൾ അറിയാനുണ്ട്. ഹം തോ ഡിൻഡുവരെ പിടുത്തെ ആയേക്ക് മൗത്ത് ആയാക്കിയ. നമ്മളോട് ബാബ എന്താ പറയുന്നത്, നന്നായിട്ട് ചെട്ട കൂട്ടി അറിയിക്കുക, വിനാശം അടുത്തു. ഇതിനെ പേടിക്കേണ്ട കാര്യം. ഒരാളുടെ വീടിന് 10 മണിക്ക്, രാത്രി 10 മണിക്ക് ഇന്ദിരാമായിക്ക് മനസ്സിലായി സന്തോഷിന്റെ സിന്ധുവിന്റെ വീടിന് രാത്രി 10 മണിക്ക് ബോബു വച്ചിട്ടുണ്ട് പൊട്ടും. അപ്പൊ 9:30 വിളിച്ചിട്ട് എന്ത് പറയണം, സിന്ധു നീ പുറത്തേക്ക് കടന്ന് പറയണം, സിന്ധു നീ ഹോർലിക്സ് കലക്കി കുടിച്ചെന്ന് ചോദിക്കും. എന്താ ചെയ്യേണ്ടത്? അപ്പൊ ബാബ പറഞ്ഞു, കുട്ടികളെ ലോകത്തിന് ടൈം ബോംബ് കൃത്യമായ ടൈമിൽ പൊട്ടുവത്. ലോകം മഹാവിനാശത്തിലേക്കാണ്. ആൾക്കാരറിയില്ല, ആൾക്കാർ സുഖമായിട്ട് എടുത്ത് ഉറങ്ങാം, ഹോർലിക്സ് അല്ല മദ്യവും കഴിച്ചുകൊണ്ട് കിടക്കാം. അവരോട് നമ്മളോട് പറഞ്ഞ് ചെണ്ട കൂട്ടി അറിയിക്കുക. നമുക്ക് തന്നെ മടിയോ ഇതൊന്നും പറയാൻ, വിനാശത്തിന്റെ കാര്യമൊന്നും പറയാൻ. ബാബയുടെ പിന്നെ എന്ത് കാര്യം പറയേണ്ടത് അല്ലെ? അപ്പോഴല്ലേ ഉണരുള്ളൂ. ആൾക്കാർ ഉണരണമെങ്കിൽ ഉണരേണ്ടവരും ഉണരും, ഉണരാത്തവരോട് എന്ത് പറഞ്ഞിട്ട് ഉണരുന്നില്ല. ബാബ പറഞ്ഞു, ഒരു പുലിയുടെ കഥ പറയാറില്ലേ, പുലി വന്നേ എന്ന് പറഞ്ഞു. ആൾക്കാർ പറയും വെറുതെ പറയും, ഒരു പുലി വന്നേ. ഒരു ദിവസം ബാബ പറഞ്ഞു പുലി വരും, വിനാശം വരും. അന്ന് എല്ലാം എഴുന്നേറ്റ് ഓടും. പക്ഷെ ടൂ ലേറ്റ്. വിനാശത്തിന്റെ മണി മുഴങ്ങി കഴിഞ്ഞിട്ട് ഖുറാനൊക്കെ വായിക്കും, ഒരു മണി മുഴങ്ങുന്ന പറഞ്ഞു എല്ലാവരും ഞെട്ടും. ഈശ്വരൻ എല്ലാവരും വിളിക്കാൻ പോവുക. ബാബ പറയുന്ന കുട്ടികളെ ഒരു ദിവസം വൈകില്ല, ഒരു ദിവസം ആ മണി മുഴങ്ങും. ഇതെല്ലാം പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. കുറെ കഥകൾ ഇതിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. വികർമ്മ വിനാശിക്കലിയെ യോഗത്തെ ബഹുദ്ധിച്ചായി. ഈ ആത്മാവിലെ വികർമ്മങ്ങളൊന്നും അങ്ങനെ പോകത്തില്ല, നല്ല യോഗാഗ്നി വേണം. ആ നയനയെ ബഹുത് ഐസബി നികലേക്ക് പുരാനംസബി തീക്കെ ജായെങ്കിൽ. പുതിയ ചില കുട്ടികൾ വരുന്നുണ്ട്, അവർ പഴയരെക്കാളും അതിവേഗം പോകാണ്. മാർജിനിക്ക് ബാബ എല്ലാവർക്കും നല്ല സാധ്യതകളുണ്ട്. ബാബ കാത്തെ ബൽ ഘർമേ രഹത്തെ ഹുയെ രാത്രിക്കോ ജാഗോ. ബാബ പറഞ്ഞു, വീട്ടിലാണെങ്കിൽ രാത്രി എഴുന്നേറ്റ് ഉണർന്ന് ജിത്തന ജോ ദൗഡെ, സാധിക്കുന്നിടത്തോളം നമ്മള് യോഗമാർഗത്തിൽ ഓടണം. ബൽ രാത്രിക്കോ നീന്തി പിന്നെയും തരും, രാത്രി കിടന്ന് ഉറങ്ങണ്ട. ബഹുത്ത് തീക്കെ ജായെങ്കിൽ, നമുക്ക് വേഗം പോകാൻ പറ്റും. ഏക കിതനി തരാവട്ടിക്ക് നോടത്തി. ഇത് എത്ര വിചിത്രമായ ഒരു ജ്ഞാനമാണ്. ബേഡാഹി പാർ ഹോ ജാത്താ, തോണി അപ്പുറത്തേക്ക് പൊക്കോളും. സബ് കാമനായും സിദ്ധു ഹോ ജാത്തി, നമ്മുടെ സകല കാമനകളും പൂർത്തീകരിക്കും. ഇന്നലെ ബാബ നമുക്കൊരു ഉറപ്പ് നൽകി. അതെന്തായിരുന്നു? ഇന്നലത്തെ വാണിയിൽ ബാബ ഒരു ഉറപ്പ് നൽകി. അതെന്തായിരുന്നു? ദാൽ റൊട്ടി ബാബ നിങ്ങൾക്ക് തരാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ചിന്തയും ചിന്തിക്കരുത്, ഒന്നിനെ കുറിച്ച് ചിന്തിക്കരുത്. അല്ല, ഗീതയിൽ എന്താ പറയുന്നത്, ഒന്നും ചിന്തിക്കരുത്, എന്നെ ഓർമ്മിച്ചാൽ ബാക്കിയാണ്. അപ്പൊ നമ്മൾ ബാബയെ ഓർമ്മിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ബാബയുടെ ഓർമ്മയിലിരിക്കുമ്പോൾ ബാക്കി നമ്മുടെ ബാബ പറഞ്ഞില്ലേ, ഞാൻ എന്ത് തരും അതങ്ങ് കഴിച്ചാൽ മതി, ഞാൻ എന്ത് തരും അതങ്ങ് കൊടുത്താൽ മതി. ആഗ്രഹങ്ങൾ വയ്ക്കരുത്, അത് തരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ എന്ത് ചിന്തിക്കണം? ബാബ ഇനി എന്ത് ചിന്തിക്കേണ്ടത്? എന്നിട്ടും ചിന്തയാണ് എന്ത് ചെയ്യും? ഇത് ദൈവം തന്നെയാണോ പറയുന്നത് ഒരു ചിന്ത. ഈ ഉറപ്പ് തരുന്നത് ദൈവം തന്നെയാണ്. പിന്നെ ചിന്ത ദൈവം പറഞ്ഞാൽ നടക്കും. ഞാൻ എന്ത് ചെയ്യും? അച്ഛ മീട്ടെ മീട്ടെ സിക്കിലെ ദേ ബച്ചോം പ്രതി മാതാപിതാ बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ. വിനാശത്തിന് മുമ്പായി ബാബയിൽ നിന്നും പൂർണ്ണമായ സമ്പത്ത് എടുക്കുക. ആരാണ് പറയുന്നത് വിനാശം വരും? 2022 2023 നോക്കണം. ബാബയ്ക്ക് എന്തിനാണ് നോക്കണ കാര്യം എന്താ? പഴയ ലോകത്തിലേക്ക് പോകാൻ. അപ്പൊ പഴയ ലോകത്തിൽ സുഖം ഉണ്ടെന്നാണ്. ഇപ്പോ അത് 2022 തന്നെ 2020 തന്നെ അങ്ങ് പോയേക്കാൻ. പഴയ ലോകത്തിൽ സുഖമുണ്ടോ? ഉണ്ടോ? ഈ ലോകം നല്ല സുഖം എന്ന് പറഞ്ഞ പിന്നെ ഇതിന്റെ അടുത്ത് വരുന്ന ആ സുഖം അനുഭവിച്ചിട്ട് വന്നു. അപ്പൊ ബാബയുടെ പിന്നെ വിനാശം ബാധകവും. വിനാശം വരുമെന്ന് ആരാ പറയുന്നത്? ഈശ്വരൻ. ബാബയുടെയും മുരളിയാരുടെ ഭഗവാന്റെ എല്ലാ മുരളിയും പറയും വിനാശ സാമനെ കണ്ട. വിനാശം ഏത് വർഷത്തിലാണ്?
അവരുടെ വിനാശം മുമ്പിലുണ്ട്. അപ്പൊ അതിന് തയ്യാറായോ ഞാൻ? ഇത്ര അന്വേഷിച്ചാൽ മതി. അതിന് പകരം വിനാശം ചെയ്തു വർഷം വിനാശം ഇതുവരെ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമില്ല, ഞാൻ പോകാറ് എവിടേക്ക് പോകണം? ഈ നരകത്തിലേക്ക് തന്നെ. ഓരോരുത്തരും നേരത്തെ അങ്ങ് പോകായിരുന്നില്ല ഈ നരകത്തിൽ സുഖം ഉണ്ടെങ്കിൽ. അപ്പൊ ഇതും ബാബ പറയുന്ന കാര്യവും വിനാശവുമായിട്ട് ബന്ധമുണ്ടെങ്കിലും വലിയ ബന്ധമില്ല. നമ്മുടെ മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാബ പറഞ്ഞ കുട്ടികളെ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖം കിട്ടും. അതെങ്ങനെ ജീവിക്കുകയാണെങ്കിൽ? ആത്മനിഷ്ഠമാണെങ്കിൽ സുഖം കിട്ടും. ഭക്തിമാർഗത്തിലുള്ള ഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുറത്തേക്ക് പോകണമെങ്കിൽ ദുഃഖമേ കിട്ടും. അപ്പൊ ഈ കലിയുഗത്തിൽ ഇനി പവർ ഒന്നും കിട്ടാനില്ല, വിശ്വാസം പോയിക്കോ. അപ്പൊ ബാബ പറഞ്ഞു വിനാശം വരുമെന്ന് ഞാനല്ലേ പറയുന്നത്, അതിനു മുമ്പായിട്ട് സ്വത്തെടുത്തോളൂ. രാവും പകലും യോഗത്തിൽ കഴിഞ്ഞ വികർമ്മങ്ങൾ നശിപ്പിച്ച് നല്ല നമ്പർ, മുന്നിൽ നമ്പർ നേടിക്കൊള്ളണം. ദേഹസഹിതം പഴയ ലോകത്തിലെ സകല സംബന്ധങ്ങളും ബുദ്ധി കൊണ്ട് മറന്ന് ഒരേ ഒരു ബാബയെ ഓർമ്മിക്കണം. ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മുടെ ദേഹത്തെയും ബന്ധുമിത്രാദികളെയും പഴയ സംഭവങ്ങളൊക്കെ മറക്കാൻ. അപ്പൊ നമ്മളൊരു വിനാശം എന്താ വരാത്ത? ബാബ പറഞ്ഞു ഇതൊക്കെ പലതും മറന്നു പരന്താമത്തെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ആയിട്ടില്ല, ഒറ്റ പരാതിയുള്ളൂ, വിനാശം എന്താ വരാത്ത? ബാബ പറയാണ് ഈ ദേഹം ഉൾപ്പെടെ പഴയ ലോകത്തിലെ സകല സംബന്ധങ്ങളെയും മറന്ന് ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ കഴിയും. ബാബയ്ക്ക് നമ്മൾ എന്തെല്ലാം ദാനം ചെയ്തു അത് മടക്കിയെടുത്തേക്കും. വരദാനം संकल्परूपी बीज द्वारा वाणी और कर्म में സിദ്ധി പ്രാപ്തി കരണേ വാലെ സിദ്ധി സ്വരൂപ. സങ്കല്പമാകുന്ന ബീജത്തിലൂടെ വാണിയിലും കർമ്മത്തിലും സിദ്ധി പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കൂ. സങ്കല്പമാകുന്ന ബീജത്തിലൂടെ വാക്കിലും കർമ്മത്തിലും സിദ്ധി പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കൂ. ബുദ്ധിയിൽ എന്ത് സങ്കല്പങ്ങൾ വരുന്നു ആ സങ്കല്പമാണ് ബീജം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എവിടെ? മനസ്സിൽ, സങ്കല്പത്തിൽ വന്നു. പിന്നെ വാക്കിൽ വന്നു, പിന്നെ ചിലപ്പോൾ കൈയെടുത്ത് രണ്ട് കൊടുത്തു. അപ്പൊ എവിടെ വന്നത്? എനിക്ക് അവരെ ഒന്ന് സഹായിക്കണം, ആ വീട്ടിൽ ആരുമില്ല, അവര് സുഖമില്ലാണ്ടിരിക്കുകയാണ്, എനിക്ക് അവരൊന്ന് സഹായിക്കണം. സങ്കല്പം എവിടെ വന്നത്? മനസ്സിൽ. പിന്നെയാണ് കാല് പോയത്, എഴുന്നേറ്റ് നടന്നു. ബാബ പറയണു വാക്കും കർമ്മവും ബീജത്തിന്റെ വിസ്താരമാണ്, അല്ലെങ്കിൽ ബീജത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് വാക്കും കർമ്മവും. अगर संकल्प अर्थात बीज को त्रिकालदर्शी स्थिति में स्थित होकर चेक करो, शक्तिशाली बनाओ, तो वाणी और कर्म स्वतः ही सहज सफलता है. അഥവാ ത്രികാലദർശിയായി മുമ്പും ബിംബം ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ സങ്കല്പങ്ങൾ രചിക്കുകയാണെങ്കിൽ ആ സങ്കല്പത്തിനനുസരിച്ച് വരുന്ന കർമ്മവും വാക്കും അവർ സഫലമാകും, അത് നടക്കും. നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്താൽ അത് ശരിയാകും. यदि बीज शक्तिशाली नहीं होता तो वाणी और कर्म भी सिद्धि की शक्ति नहीं रहती. അഥവാ സങ്കല്പങ്ങൾ ചാഞ്ചാടുന്നതാണ്, അത് യാതൊരു ബലവുമില്ല, അത് ചിന്തിക്കാണ്ട് ആലോചിക്കാണ്ട് എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, ബാബ പറയണു ഒരു ശക്തി ഉണ്ടാവില്ല, ഒരു സിദ്ധിയും ഉണ്ടാവില്ല. जरूर चैतन्य में सिद्धि स्वरूप बने हो तब तो जड़ चित्रों द्वारा भी और ആത്മായും സിദ്ധി പ്രാപ്തി കർത്തി. ബാബയുടെ കുട്ടികള് ബ്രാഹ്മണര് ഈ ജ്ഞാനത്തിൽ കൂടെ സിദ്ധി നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അമ്പലങ്ങളിൽ ഇപ്പോഴും ഭക്തര് പോയിട്ട് സിദ്ധി യാചിക്കുന്നത്. അല്ലെ, ആളുകൾ എല്ലാ കാര്യത്തിനും ഒരു മനപ്രയാസം വരുമ്പോഴും എവിടേക്ക് പോകുന്നത്? അമ്പലത്തിലേക്കാണ്. അപ്പൊ ആ ദേവത മനപ്രയാസം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്, അതൊരു സിദ്ധിയല്ലേ. എല്ലാ കാര്യങ്ങളും ബാബ പറയും നമ്മൾ നേടിയിട്ടുണ്ട്. ഇന്നത്തെ ശ്ലോകം योग अग्नि से व्यर्थ के किचड़े को जला दो तो बुद्धि स्वच्छ बन जाएगी. യോഗ അഗ്നിയിലൂടെ വ്യർത്ഥമാകുന്ന അഴുക്ക് കത്തിച്ചു കളയുമെങ്കിൽ ബുദ്ധി സ്വച്ഛമായി. യോഗ അഗ്നിയിലൂടെ ഈ വ്യർത്ഥം കണ്ണി കണ്ട ചിന്തകളാവുന്ന ഈ കിച്ചടെ അഴുക്ക് കത്തിച്ചു കളയുമെങ്കിൽ നമ്മുടെ ബുദ്ധി ശുദ്ധമായി പോകും. ഇന്നത്തെ ലാവ്ലിൻ സ്ഥിതി 31 ഈ മാസം മുഴുവൻ ലാവ്ലിൻ സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ പോയിന്റ് ഉണ്ടായിരുന്നു. ഇന്ന പോയിന്റ് സമയം അനുസരിച്ച് ലവ് ഔർ ലോ ദോനോ കാ ബാലൻസ് ചെയ്യും. ലവ് ആൻഡ് ലോ, നിയമവും അനുസരിക്കണം, നമ്മള് സ്നേഹവും ഉണ്ടായിരുന്നു. നിയമങ്ങൾ പറയണം, പക്ഷെ സ്നേഹം ഉണ്ടായിരുന്നു. ലോമേം ബി ലവ് മഹസൂസ് കോ ഇസ്കെ ലിയെ ആത്മീക പ്യാർ കി മുക്തി ബനെ. നിയമങ്ങൾ പറയുമ്പോഴും ബാബ പറയണു അതിലൊരു സ്നേഹം ഉണ്ടായി. ഒരാൾ പെട്ടെന്ന് വന്ന് അടുക്കളയിലേക്ക് കയറി. അപ്പൊ നമുക്കറിയാം അവിടെ സിസ്റ്റേഴ്സ് താമസിക്കാൻ അങ്ങനെ അടുക്കളയിലേക്ക് പെട്ടെന്ന് കയറി പുതിയ ആൾക്കാരാണ്, ആരാണ് എന്താന്ന് നോക്കി നല്ലൊരു കള്ളുകൂടിയ വന്നിട്ട് അതേക്ക് വിളി. അപ്പൊ രവിയോട് എന്ന് പറഞ്ഞിട്ട് പോലെ അയാൾ അതേക്ക് അറിയാൻ പാടില്ല. അപ്പൊ ബാബ പറഞ്ഞ നിയമം പറഞ്ഞു കൊടുക്കണം, പക്ഷെ സ്നേഹം കളയരുത്. ഇറങ്ങി പോടാ പുറത്തേക്ക്, എന്തിനാടാ അകത്തേക്ക് കയറി ഇല്ല. ബാബ പറഞ്ഞു സ്നേഹത്തോടു കൂടി നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം. സ്നേഹത്തിന്റെ ആത്മീയ സ്നേഹത്തിന്റെ മൂർത്തിയായി മാറണം. അപ്പോൾ ബാബ പറയണു ഹർ സമസ്യക്കോ ഹൽ കർണേയും സഹയോഗി ബൻ സകേ. അപ്പോൾ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിലെ സഹയോഗിയാകാൻ സാധിക്കും. ശിക്ഷ കെ സാത്ത് സഹयोग देना ही ആത്മിക प्यार की मूर्ति बनना. നമ്മൾ ഒരു കാര്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നടപ്പാക്കാനുള്ള സ്നേഹവും സഹയോഗവും കൂടി കൊടുക്കണം. ബാബ പറയാണ് അതാണ് സ്നേഹത്തിന്റെ പൂർത്തിയാകുന്നത്. ഒരു കാര്യം, ഇപ്പൊ ബാബയുടെ നിയമം ഇറച്ചി കൂട്ടരുത്,
മദ്യപിക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്കൊരു ശക്തി കൊടുക്കണ്ടേ, മനസ്സുകൊണ്ട് അവർക്കൊരു ശക്തി കൊടുക്കണം. നടക്കും. അപ്പൊ നിയമങ്ങൾ പറയുമ്പോൾ ബാബ പറയുന്നത് അത് നടപ്പാക്കാനുള്ള സ്നേഹവും സഹയവും കൂടി അല്ലെങ്കിൽ ശക്തിയും കൂടി നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പൊ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, ഇപ്പോൾ സത്യം മാത്രം സംസാരിക്കണം. നിങ്ങൾ സ്വയം തീരുമാനിക്കണം സത്യം ഏതാണ്, അസത്യം ഏതാണ്. ബാബ പറയുന്നതാണ് സത്യം, ലോകം പറയുന്നതാണ് സത്യം. അന്തർയാമിയായ ബാബയ്ക്ക് ലോകത്തിലെ എല്ലാവരും അകത്ത് നടക്കുന്ന ഏത് കാര്യം അറിയാം? എല്ലാ മനസ്സുകളിലും രാവണൻ പ്രവേശിച്ചു കഴിഞ്ഞു. എല്ലാവരിലും പഞ്ചവികാരങ്ങൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ബാബ പറയാണ്, രാവണൻ സർവ്വയാമി എന്ന് എനിക്കറിയാം. നമ്മൾ ബാബയുടെ കുട്ടികൾ ബാബയെ മനസ്സിലാക്കിയപ്പോൾ 5 വികാരങ്ങൾ ദാനം ചെയ്തു. ദാനം ചെയ്തത് തിരിച്ചെടുക്കാൻ പാടില്ല. പക്ഷെ ബാബ പറയണു, മായയുടെ കൊടുങ്കാറ്റ് വീശും, അടിക്കടി വീണു പോകാണെങ്കിൽ നമ്മൾ ദുർബലരായി പോകും. അതുകൊണ്ട് ബാബ പറയണു, എനിക്ക് തന്നത് തിരിച്ചെടുക്കരുത്, മായയോട് തോറ്റു പോകരുത്. അമൃതവേളയിൽ ഉണർന്ന് ബാബയെ നമ്മൾ ശരിക്കും ഓർമ്മിച്ചാൽ ഈ ഭൂതങ്ങളെല്ലാം പോകും. പിന്നെ ബാബ എന്താ പറഞ്ഞത്? ബലവാന്റെ യുദ്ധം ദുർബലരുമായിട്ട്. ഈ സമയത്ത് രാവണൻ അതീവ ബലമാണ്. 2500 വർഷത്തെ ആഹാരം കഴിച്ച് വലുതായി. നമ്മളാണ് ഈ 2500 വർഷത്തെ ആഹാരം കൊടുത്തു ദുർബലരായി. നമ്മൾ ആത്മശക്തിയില്ല, രാവണൻ നെഗറ്റീവ് ഫോഴ്സിൽ ഭയങ്കര ശക്തി. ഇവിടെ യുദ്ധം നടക്കാം. അപ്പൊ ഇതൊക്കെ ഭക്തിയിലുണ്ടെങ്കിലും ആർക്കും ഇതിനൊന്നും അർത്ഥം അറിയില്ല. അപ്പോൾ ബാബ വരുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഇതെല്ലാം ഈ സമയത്തെ കാര്യങ്ങളാണ്. ബാബ പറയണ കുട്ടികളെ, ഈ സമയത്താണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സമൂഹത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആളുകളോട് പറയാൻ പറ്റും, ഞങ്ങൾ ഭഗവാനെ കാണുന്നു, ഭഗവാൻ ഞങ്ങളോട് സംസാരിക്കും. പക്ഷെ ബാബയുടെ കുട്ടികൾക്ക് പോലും പലപ്പോഴും നിശ്ചയം വരുന്നില്ല. പോയി വീണു പോകുന്നു. മായയുടെ കൊടുങ്കാറ്റ് വീശുന്നു. വലിയ വലിയ വൃക്ഷങ്ങൾ പോലും കടപുഴകി വീണു പോകാൻ. അതുകൊണ്ട് ബാബ പറഞ്ഞു, ജാഗ്രത പാലിക്കും. ഏറ്റവും നല്ല വഴി എന്താണ്? ബാബ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ലക്ഷ്മിനാരായണന്റെ ക്ഷേത്രത്തിൽ ചെല്ല്, ശിവലിംഗ ക്ഷേത്രത്തിൽ ചെല്ല്. ഈ ശിവൻ ആരാണ്? ശിവൻ നിങ്ങളുടെ ആരാണ്? ശിവനുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം? അപ്പൊ ഈ സർവ്വവ്യാപി എന്നുള്ള കാര്യമൊക്കെ അവർ മറന്നു പൊക്കോളും. അതൊക്കെ വിട്ടുകളയും. ആൾക്കാർക്ക് അറിയാൻ പാടില്ലാണ്ട് വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കാൻ. സർവ്വവ്യാപിയാണ്, ആത്മാവിനൊന്നും ബാധിക്കില്ല. ഇറച്ചിമീൻ മുട്ടൻ കഴിച്ചോ, തല്ലിയോ കൊല്ലിയോ എന്ത് വേണം ചെയ്തോ, ഇതൊന്നും ആത്മാവിന് ബാധിക്കില്ല. പിന്നെ ആരാണ് അടുത്ത ജന്മത്തിൽ പോയി അനുഭവിക്കുന്നത്? ആൾക്കാർക്ക് ഒന്നും അറിയില്ല. ബാബ എല്ലാ കാര്യങ്ങളും തെളിയിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഈ കാര്യങ്ങൾ നന്നായിട്ട് മനനം ചെയ്ത് മനസ്സിലാക്കി ധാരണ ചെയ്ത് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് ആളുകളെ നമ്മൾ രക്ഷിക്കണം. നമ്മുടെ സേവനം ആത്മീയ സേവനമാണ്. പിന്നെ 2 പക്ഷം വരുമ്പോൾ സ്വയം തീരുമാനിക്കണം ഏതാണ് ശരി എന്നുള്ളത്. ബാബ പറയുന്നതാണ് ശരി, ഭ്രാന്തി പറയുന്നതാണ് ശരി. ബാബ സ്വയം തീരുമാനിക്കണം. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ബാബ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അതിൽ കൂടെ ബാബ പറഞ്ഞു, അതീവ ഗഹനമായ അറിവ് നൽകി നമ്മളിൽ പരിവർത്തനം വരുന്നുണ്ട്. ബാബ പറയാണ്, നിങ്ങൾ എനിക്ക് ദാനം നൽകിയത് തിരിച്ചെടുക്കരുത്. ദാനം നൽകിയാൽ കൊടുക്കാൻ പാടില്ല, തിരിച്ചെടുക്കാൻ പാടില്ല എന്ന് ഭക്തിമാർഗത്തിലും പറയും. ഇവിടെയും ബാബയ്ക്ക് നമ്മൾ വികാരങ്ങളെയും ദേഹവും ഒക്കെ ദാനം ചെയ്യും. സ്വന്തം ദേഹത്തെ മറന്ന് ബന്ധുമിത്രാദികളെ മറന്ന് പഴയ ലോകത്തെ മറന്ന് പരമാത്മാവിനെ ഓർമ്മിക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിന് സമയം പിടിക്കും. അതുകൊണ്ടാണ് ബാബ പറഞ്ഞ രാത്രിയും വളർത്തരുത്, യോഗ ചെയ്യും. അല്ലെ, പകലും നമ്മൾ യോഗ ചെയ്യണം. രാവും പകലും പരന്ധാമത്തിൽ മനസ്സിനെ നിർത്താൻ വേണ്ടി വളരെയധികം പരിശ്രമിക്കണം. ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും ഇരിക്കണം. ബാബർ മായയുടെ കൊടുങ്കാറ്റുകൾ എല്ലാവർക്കും വരും. അതിശക്തമായ കൊടുങ്കാറ്റുകൾ വരും. ബാബർ ബോക്സുകൾ വീണു പോകരുത്. ഹരിചന്ദ്രന്റെ കഥയൊക്കെ ഉണ്ട്. ഹരിചന്ദ്രൻ എല്ലാം ദാനം ചെയ്തു, തിരിച്ചെടുത്തില്ല. അവസാനമാണ് ജയിച്ചത്. അതൊക്കെ ഈ സമയത്തെ കാര്യങ്ങളാണ്. നമ്മളും ഇതുപോലെ ബാബ പറയാണ്, എല്ലാം ബാബയ്ക്ക് ദാനം ചെയ്ത് ശരിയും യുദ്ധത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. യുദ്ധത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകരുത്, വിട്ടു പോകരുത്. ധാരാളം കുട്ടികൾക്ക് നിശ്ചയം വന്നിട്ടില്ല. ധാരാളം കുട്ടികൾ വിട്ടുപോകുന്നുണ്ട്. ബാബ പറഞ്ഞു, തലലെഴുതിൽ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം. ഈശ്വരൻ എന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല, പറയുന്ന പോലെ ചെയ്യുന്നില്ല. ബാബ പറയുന്ന കുട്ടികൾ ഇതൊരു അനാദിയായ ഡ്രാമയാണ്. ഈ ഡ്രാമയിൽ നിന്ന് നമുക്ക് മോശം കിട്ടത്തില്ല. ആൾക്കാർ ഇതിൽ നിന്ന് വിട്ടുപോകാന്ന് പറഞ്ഞ് ഭക്തി ചെയ്യാൻ. ജീവാത്മാവ് കോമളയാണ്. ഈ കോമള പൊട്ടുമ്പോൾ നമ്മൾ സാഗരത്തിൽ പോയി ചേരും. നമ്മൾ ബ്രഹ്മത്തിൽ നിന്ന് വന്നൊരു തീപ്പൊരിയാണ്. തിരിച്ച് ബ്രഹ്മത്തിൽ പോയി ചേരും. പിന്നെ തിരിച്ചു വരണ്ട. ബാബർ ഇങ്ങനെ ധാരാളം മൂഢവിശ്വാസങ്ങൾ ആളുകൾക്കുണ്ട്. ആളുകൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചെണ്ട കൊട്ടി അറിയിക്കണം, വിനാശം തൊട്ടടുത്തു. അതിനു മുമ്പായിട്ട് ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. വരദാനത്തിൽ ബാബ എന്താ പറഞ്ഞത്? സങ്കല്പങ്ങളിലൂടെ നമ്മുടെ വാക്കും കർമ്മവും സിദ്ധമാക്കണം. ശ്ലോകനിൽ എന്ത് പറഞ്ഞു? യോഗ അഗ്നിയിലൂടെ നമ്മുടെ വ്യർത്ഥം കത്തിച്ചു കളയുമ്പോൾ ആത്മാവ് ശുദ്ധമാകും. പിന്നെ ബാബ എന്താ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ ഒരു ബാലൻസിങ്, ലവ് ആൻഡ് ലോ നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം. ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബയോട്.